ഹലോ, എല്ലാവർക്കും അപ്പോൾ വിങ്സ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സുവോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. എന്താണ്? ഹ്യൂമൻ റിപ്രൊഡക്ഷൻ അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പാഠഭാഗമായിരിക്കുള്ളൂ എന്ത് ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗം, വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റർ ആണ് ഏത് ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനും കൂടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇത്. ക്വസ്റ്റ്യനും അതുപോലെ അതിന്റെ എക്സ്പ്ലനേഷനും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ക്ലാസ് ആണ് നമ്മുടേത് കേട്ടോ. അപ്പൊ നോക്കിയേ, ആദ്യം നമുക്ക് ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് വരുന്ന ചോദ്യം ഏതായിരിക്കും? അത് നമ്മുടെ റിപ്രൊഡക്റ്റീവ് ഇവന്റ്സിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും. എന്താണ് റിപ്രൊഡക്റ്റീവ് ഇവന്റ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം എന്താണ് റിപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ്? യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ? അതായത് ലിവിങ് ഓർഗാനിസംസ് അവരുടേതായ പോലെയുള്ള യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ റിപ്രൊഡക്ഷൻ യങ് വൺസ് പെട്ടെന്ന് ഉണ്ടാവുന്നതാണോ? അല്ല അല്ലെ? ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നുപോയതിന് ശേഷമാണ് എന്ത് യങ് വൺസ് പ്രൊഡ്യൂസ് ആവുന്നത് അല്ലെ? അപ്പോ ആ ഘട്ടങ്ങളെ അവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിപ്രൊഡക്റ്റീവ് ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് റിപ്രൊഡക്റ്റീവ് ഇവന്റ്സ്? ഇത് മെയിൻ ആയിട്ടും എങ്ങനെയാ വരിക? ഒന്നല്ലെങ്കിൽ ഫ്ലോ ചാർട്ട് വരയ്ക്കാനായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് തന്നിട്ട് ഓർഡർ ആക്കി എഴുതാനായിട്ടും തരും. അപ്പൊ നോക്കിയേ, ഒന്നാമത്തത് എന്താണ്? ഗാമറ്റോജെനസിസ് ആണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? റിപ്രൊഡക്റ്റീവ് ഇവന്റ്സിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? ഗാമറ്റോജെനസിസ് ആണ്. എന്താണ് ഈ ഗാമറ്റോജെനസിസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഗാമറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ ഗാമറ്റോജെനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ്. ഗാമേറ്റ്സിന്റെ ഫോർമേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഗാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. ഇതാണ് ഗാമേറ്റ്സിന്റെ ഫോർമേഷനെയാണ് ഗാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. യങ് വൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഫെർട്ടിലൈസേഷൻ, അങ്ങനെ കുറെ സ്റ്റെപ്പുകൾ ഉണ്ട് അല്ലേ? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ്? ഗാമറ്റോജെനസിസ് ആണ്, അതായത് ഗാമേറ്റ്സ് ഫോം ചെയ്യുക. ഇനി മനുഷ്യരില്, ഹ്യൂമൻ ബീങ്സില് രണ്ട് ടൈപ്പ് എന്തുണ്ട്? ഗാമേറ്റ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് ഗാമേറ്റ്സ്? മെയിൽസിലാണെങ്കിൽ ഏതായിരിക്കും? മെയിൽസിലാണെങ്കിൽ സ്പേം ആയിരിക്കും അല്ലെ? മെയിൽസിലാണെങ്കിൽ എന്തായിരിക്കും? അത് സ്പേം ആണ്. മെയിൽസില് സ്പേം ആണ്. അപ്പൊ ഫീമെയിൽസിൽ ഏതായിരിക്കും മക്കളെ? ഏതായിരിക്കും? ഫീമെയിൽസിൽ വരുന്നത് ഏതായിരിക്കും? ഓവം അല്ലെങ്കിൽ എഗ് എന്നൊക്കെ പറയൂലേ? ഇത് രണ്ടുമാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാമേറ്റ്സ് പ്രസന്റ് ഇൻ ഹ്യൂമൻ ബീങ്സ്. മനസ്സിലായില്ലേ? അപ്പോ ഗാമറ്റോജെനസിസ് എന്താണ്? ഫോർമേഷൻ ഓഫ് ഗാമേറ്റ്സ് ആണ്. രണ്ട് തരത്തിലുള്ള ഗാമേറ്റ്സ് ഉണ്ട്. മെയിൽസിലാണെങ്കിൽ സ്പേം ആണ്, ഫീമെയിൽസിലാണെങ്കിൽ എന്തായിരിക്കും? ഓവമാണ്. ഇനി ഈ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഗാമേറ്റ്സ് ഉണ്ടാവുന്നത് എവിടെയാണ്? നമ്മുടെ സെക്ഷൽ ഓർഗൻസിലാണ് അല്ലെ? ലൈംഗിക അവയവങ്ങളിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ നോക്കിയ മക്കളെ, അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഗാമേറ്റ്സ് ഫോം ചെയ്ത് കഴിഞ്ഞു. മെയിൽസില് സ്പേമും ഫീമെയിൽസില് ഓവവും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്തതാണ് ഇൻസെമിനേഷൻ. രണ്ടാമത്തെ ഘട്ടം, രണ്ടാമത്തെ സ്റ്റെപ്പ് ഏതാണ്? ഇൻസെമിനേഷൻ. എന്താണ് ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസെമിനേഷൻ ഇപ്പൊ മെയിൽസിലാണ് എന്തിരിക്കുന്നത്? സ്പേം ഇരിക്കുന്നത്. ഫീമെയിൽസിൽ എന്തിരിക്കാണ്? ഓവ് ഇരിക്കണം അല്ലേ? ഇത് രണ്ടും രണ്ട് ശരീരത്തിലാണ് ഇരിക്കുന്നത്. ഇവർ എന്ത് ചെയ്യണം? ഒന്നിച്ചു ചേരണം, ഒന്നിച്ചു വരണ്ടേ, കൂട്ടിമുട്ടണ്ടേ? അപ്പോ അതിന് നടത്തുന്ന സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്? ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗാമേറ്റ്. മെയിൽ ഗാമേറ്റ് ഏതാണ്? സ്പേം ആണ് അല്ലേ? മെയിൽ ഗാമേറ്റ് ഫ്രം male body to female genital tract or vagina.
അതായത് മെയിൽസിലിരിക്കുന്ന സ്പേംസിനെ മെയിൽ ബോഡിയിൽ നിന്ന് ഫീമെയിലിന്റെ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് അല്ലെങ്കിൽ വജൈനയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മള് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മെയിൽസിലെ സ്പേമിനെ എവിടേക്ക് എത്തിച്ചു കൊടുത്തു? ഫീമെയിൽസിന്റെ വജൈനയിലേക്ക് എത്തിച്ചു കൊടുത്തു. അപ്പോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? അടുത്ത എന്താണ്? ഇൻസെമിനേഷൻ കഴിഞ്ഞാൽ ഇപ്പൊ സ്പേം എവിടേക്ക് എത്തി? ഫീമെയിലിന്റെ ശരീരത്തിലേക്ക് എത്തിയില്ലേ? അതിനുശേഷം നടക്കുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ. എന്താണ് ഫെർട്ടിലൈസേഷൻ? എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടും കൂടെ എന്ത് ചെയ്ത് ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എഗ്ഗും സ്പേമും കൂടെ എന്ത് ചെയ്യും? ഫ്യൂസ് ചെയ്യും, കൂടിച്ചേരും അല്ലെ? അപ്പൊ അതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മള്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫ്യൂഷൻ ഓഫ് എഗ് ആൻഡ് സ്പേം. സിമ്പിൾ ആണ് അല്ലെ? ഫ്യൂഷൻ ഓഫ് എഗ് ആൻഡ് സ്പേം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ എന്താണ്? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞില്ലേ? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്നത്, അതായത് സ്പേം ഓവമായിട്ട് ഫ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് ആരാണ്? പിന്നീട് ഫസ്റ്റ് ഉണ്ടാവുന്നതാണ് ഒരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ള സൈഗോട്ട്. സിംഗിൾ സെല്ലഡ്, അതായത് ഒറ്റ സെല്ലായിട്ടുള്ള ഒരു സൈഗോട്ടാണ് ആദ്യം ഫോം ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും? ഒറ്റ സെല്ലായിട്ടുള്ള സിംഗിൾ സെൽഡ് ആയിട്ടുള്ള സൈഗോട്ടാണ് ആദ്യം എന്ത് ചെയ്യുക? ഫോം ചെയ്യുക. അതിനുശേഷം സൈഗോട്ട് എന്ത് സംഭവിക്കുന്നത്? ഈ ഒറ്റ സെല്ലായിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ടിന് എന്ത് സംഭവിക്കും? സൈഗോട്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും അല്ലെ? ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും. ചെറിയ ചെറിയ സെൽസ് ആയിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ സെൽസ്, അതായത് ഈ ഓരോ സെൽസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് വിളിക്കുക. ബ്ലാസ്റ്റോമിയേഴ്സ്. അങ്ങനെ ബ്ലാസ്റ്റോമിയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം ഒരു 32 ബ്ലാസ്റ്റോമിയേഴ്സ് ഒക്കെ ആവുമ്പോൾ അതെന്ത് ഫോമാണ്? ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഫോമിലേക്ക് മാറും. 32 ബ്ലാസ്റ്റോമിയേഴ്സ്, അതായത് 32 ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സെൽസ് 32 ബ്ലാസ്റ്റോമിയേഴ്സ് ഒക്കെ വരുമ്പോൾ ആ ഒരു സ്ട്രക്ചറെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബ്ലാസ്റ്റോസിസ്റ്റ്. എന്താണ് മക്കളെ? ബ്ലാസ്റ്റോസിസ്റ്റ്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഫെർട്ടിലൈസേഷൻ ആണല്ലേ? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്യൂഷൻ ആണെന്ന് പറഞ്ഞു. ഫ്യൂഷൻ ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് ഉണ്ടാവുന്നത് ഏതാണ്? സിംഗിൾ സെല്ലായിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് പിന്നെ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും അല്ലേ? ബ്ലാസ്റ്റോമിയേഴ്സ് ആയിട്ട് മാറും. അങ്ങനെ 32 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള സ്ട്രക്ചറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദാറ്റ് ഈസ് ബ്ലാസ്റ്റോസിസ് എന്ന് പറയുന്നു. അതിനുശേഷം ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യണം? ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ബ്ലാസ്റ്റോസിസ്റ്റ് ആയി മാറി. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യണം? നമ്മുടെ യൂട്രസിന്റെ ഇന്നർ വാളിലേക്ക്, ഉൾഭിത്തിയിൽ വന്ന് എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്തിരിക്കണം. വേണ്ടേ? നമ്മുടെ ഗർഭപാത്രത്തിന്റെ ഉൾഭിത്തിയില് വന്ന് ഇത് എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്ത് ഇരിക്കണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇംപ്ലാന്റേഷൻ? അപ്പൊ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ that is attachment of ആരാണ് അറ്റാച്ച് ചെയ്യുന്നത്? ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് അല്ലെ? 32 ബ്ലാസ്റ്റോമിയേഴ്സ് ഉള്ള ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് എന്ത് ചെയ്യണത്? അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ് in the inner wall of uterus. യൂട്രസിന്റെ ഉൾഭിത്തിയിൽ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഇംപ്ലാന്റേഷൻ കഴിയുമ്പോൾ മാത്രമാണ് ഒരു സ്ത്രീ പ്രഗ്നന്റ് ആണ്, ഗർഭിണിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ആ സ്ത്രീ പ്രഗ്നന്റ് ആണ് എന്ന് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് ഏത്? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ്. ഇനി അടുത്ത നോക്കിയേ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? ജസ്റ്റേഷൻ. ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എംബ്രിയോ ഡെവലപ്പ് ചെയ്യണം അല്ലെ? എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് ഒരു ബേബിയുടെ ഫോമിലേക്ക് എത്തണം. വേണ്ടേ? അപ്പൊ ആ ഒരു പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. എന്താണ് ജസ്റ്റേഷൻ? അപ്പൊ ജസ്റ്റേഷൻ എന്താണ് ശരിക്കും? സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ എന്താണ് ജസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ദാറ്റ് ഈസ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. എന്താണ് എംബ്രിയോണിക്
ഡെവലപ്മെന്റ്. അപ്പൊ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടാ, എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് എന്തായി ഒരു ബേബിയുടെ ഫോമിലേക്ക് ബേബി ആയി മാറുന്ന ആ പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത് ജെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? ദാറ്റ് ഈസ് പാർച്ചുറേഷൻ. ഏതാണ്? പാർച്ചുറേഷൻ. എന്താണ് ഈ പാർച്ചുറേഷൻ? ഇപ്പൊ നോക്കി, ജെസ്റ്റേഷൻ പീരീഡിൽ എന്താണ് സംഭവിച്ചത്? എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് ഫീറ്റസ് ഡെവലപ്പ് ചെയ്ത് എന്തായി മാറി? ഒരു ബേബിയുടെ ഫോമിൽ ഫുൾ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു ബേബിയുടെ ഫോമിലേക്ക് മാറും. അതിനുശേഷം ആ ബേബിനെ എന്ത് ചെയ്യണം? ഡെലിവറി ചെയ്യണം അല്ലെ, പുറത്തേക്ക് വരണം അല്ലെ. ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗിവിംഗ് ബർത്ത് ടു ബേബി. ഗിവിംഗ് ബർത്ത് ടു ബേബി. അതാണ് എന്ത് പ്രോസസ് എന്ന് പറയുന്നത്? പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. കുട്ടി പുറത്തേക്ക് വരുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്? റിപ്രൊഡക്റ്റീവ് ഇവന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും ഘട്ടങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷമാണ് ഒരു ബേബി പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഏതൊക്കെയായിരുന്നു? ആദ്യത്തെ ഏതാണ്? ഗാമറ്റോജനസിസ്. രണ്ടാമത്തത് ഇൻസെമിനേഷൻ. മൂന്നാമത്തെ ഫെർട്ടിലൈസേഷൻ. നാലാമത്തത് ഇംപ്ലാന്റേഷൻ. അഞ്ചാമത്തത് ജെസ്റ്റേഷൻ. ആറാമത്തത് പാർച്ചുറേഷൻ. അപ്പൊ 6 ഘട്ടങ്ങളാണ് നമുക്ക് റിപ്രൊഡക്റ്റീവ് ഇവന്റ്സ് ഉള്ളത്. ഇത് എന്തായാലും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡയഗ്രമാറ്റിക് വ്യൂ ഓഫ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഈസ് ഗിവൺ ബിലോ. നമുക്ക് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു പിക്ചർ ആണ്, ഡയഗ്രാം ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. എന്താണ് ചോദ്യം? എന്താണ്? ഐഡന്റിഫൈ ദ പാർട്സ് ലേബൽഡ് ആസ് എ. ഇതാണ് എ, ബി, സി ആൻഡ് ഡി. ഓരോന്നിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ, ബി, സി, ഡി. ഇതിന്റെ ഓരോന്നിന്റെയും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ സ്ട്രക്ചറിന്റെ പാർട്ടിന്റെ പേര് നെയിം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കണം അല്ലെ. എന്താണ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയണം. ഈ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഇതാണ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്തൊക്കെ അടങ്ങിയതാണ് നമ്മുടെ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? എ പെയർ ഓഫ് ടെസ്റ്റിസ് അല്ലെ, ഒരു ജോഡി എന്തുണ്ട്? ടെസ്റ്റിസ് ഉണ്ട്. പിന്നെന്താണ്? ആക്സസറി ഡക്റ്റുകള്, ആക്സസറി ഗ്ലാൻസ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇത്രയും അടങ്ങിയതാണ് എന്ത്? നമ്മുടെ മെയിൽസിന്റെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോ ഒന്നാമത്തെ എന്താണ്? എ പെയർ ഓഫ് ടെസ്റ്റിസ്. നമുക്ക് എന്താണ്? ഒരു ജോഡി, അതായത് 2 എണ്ണം ഉണ്ട് അല്ലെ. ടെസ്റ്റിസ് 2 എണ്ണമാണ് ഉള്ളത്. ടെസ്റ്റിസിന്റെ ഷേപ്പ് എന്താണ്? ഒരു ഓവൽ ഷേപ്പ് ആയിരിക്കും അല്ലെ. ടെസ്റ്റിസിന്റെ ഷേപ്പ് എന്താണ്? ഒരു ഓവൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിസ് ആണ് ഉള്ളത്. 2 ടെസ്റ്റിസ് ഓവൽ ഷേപ്പ് ആയിട്ട്. ഇനി ഈ ടെസ്റ്റിസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ടെസ്റ്റിസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? അതായത് ഒരു സാക്ലൈ സ്ട്രക്ചർ ഉണ്ട് അല്ലെ. ഒരു സഞ്ചി പോലുള്ള ഒരു സ്ട്രക്ചർ. അതിനെന്തെന്ന് വിളിക്കും? അതിനെ വിളിക്കുന്ന പേരാണ് സ്ക്രോട്ടം. എന്താണ്? സ്ക്രോട്ടം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു സാക്ലൈ സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്? ഈ ടെസ്റ്റിസ് ഇരിക്കുന്നത്. അതിന്റെ പേരെന്താണ്? സ്ക്രോട്ടം എന്നാണ്. ഈ സ്ക്രോട്ടം എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ്? നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയിലെ ഔട്ട്സൈഡ് ആണ്. ഔട്ട്സൈഡ് ദ അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് ആയിരിക്കുന്നത് ഈ സ്ക്രോട്ടം പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിനകത്ത്, അതായത് അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ ഉള്ളിൽ വെക്കാതെ ഇതിനെ പുറത്തേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നതിന് കാരണം എന്താണ്? ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് പ്രൈമറി സെക്സ് ഓർഗൻ. അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ഇതിന്റെ ഫംഗ്ഷൻ, ടെസ്റ്റിസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തുകൊണ്ടായിരിക്കാം ഈ ടെസ്റ്റിസിനെ അല്ലെങ്കിൽ സ്ക്രോട്ടത്തെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്തേക്ക്, ശരീരത്തിന്റെ പുറത്തേക്ക് സ്ഥാപിച്ചിരിക്കുന്നത്, പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്? അതായത് നമ്മുടെ സാധാരണ നോർമൽ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലെ. ആ ഒരു ടെമ്പറേച്ചറിൽ സ്പേം പ്രൊഡക്ഷൻ നടക്കില്ല. സ്പേം പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, അതായത് 37 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 2 അല്ലെങ്കിൽ 2.5 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും കുറവായിരിക്കണം. അപ്പൊ എന്താണ്? 2 or 2.5 ഡിഗ്രി സെൽഷ്യസ് ലെസ് ദാൻ അവർ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2.5 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും കുറവായാൽ മാത്രമേ എന്ത് നടക്കൂ? സ്പേം പ്രൊഡക്ഷൻ നടക്കുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇതിന് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ പുറത്തേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്.
അപ്പോ അതാണ് എന്ത് നമ്മുടെ ടെസ്റ്റിസ്. ഇനി ടെസ്റ്റിസിന്റെ ഷേപ്പ് ഞാൻ പറഞ്ഞു എന്താണ്, ഓവൽ ഷേപ്പ് ആണ്. നമുക്ക് 2 ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലെ. ഈ ടെസ്റ്റിസിന്റെ ഉള്ളില് നമുക്ക് സ്ട്രക്ചർ നോക്കാം കേട്ടാ. ടെസ്റ്റിസിന്റെ ഉള്ളിൽ എന്തുണ്ട്, ചെറിയ ചെറിയ അതായത് 250ഓളം വരുന്ന ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അറകളുണ്ട്. 250ഓളം വരുന്ന ചെറിയ ചെറിയ സ്മോൾ ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ്സ്, അറകളുണ്ട്. ഈ അറകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക, ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ്. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്നാണ് ഈ കമ്പാർട്ട്മെന്റ്സിനെ വിളിക്കുക. അപ്പൊ എന്താണ്, ടെസ്റ്റിസിന്റെ ഉള്ളിൽ എന്തുണ്ട്, 250 കമ്പാർട്ട്മെന്റ്സ്. ഒരു ടെസ്റ്റിസിന്റെ ഉള്ളിലാണ് പറയുന്നത്. ഒരു ടെസ്റ്റിസിന്റെ ഉള്ളിൽ 250ഓളം വരുന്ന കമ്പാർട്ട്മെന്റ്സ്, അറകളുണ്ട്. ആ അറകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് വിളിക്കുക. ഇനി ഈ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിന്റെ ഉള്ളില്, ഓരോ അറയുടെയും ഉള്ളില് ചുരുണ്ട് കിടക്കുന്ന ട്യൂബുകൾ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചുരുണ്ടു കിടക്കുന്ന, കോയിൽ ചെയ്തിരിക്കുന്ന കുറച്ച് ട്യൂബുകള് കാണാനായിട്ട് സാധിക്കും. ഇവിടുത്തെ പോലെ ഇവിടെ ഉണ്ടാവും ട്ടാ. ഇങ്ങനെ ഓരോ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിലും കോയിൽ ചെയ്തിരിക്കുന്ന ട്യൂബുകൾ കാണാൻ പറ്റും. ഈ ട്യൂബുകളെ വിളിക്കുന്ന പേരാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. എന്താണ്, സെമിനിഫറസ് ട്യൂബ്യൂൾസ്. സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കിയേ, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ നോക്കാം കേട്ടാ. നോക്കിയേ, ഇത് നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾ ആണെന്ന് വിചാരിക്കാം. അതായത് ഈ അറയിൽ, കമ്പാർട്ട്മെന്റില് ഇതാണ് എന്ത്, നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഇങ്ങനെ ചുരുണ്ടിടുമ്പോൾ ഒരു ചെറിയൊരു ഭാഗം, ഇത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ് കേട്ടാ. സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഈ സ്പേസ്, അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇടയിൽ കാണുന്ന ഈ സ്പേസ് ഇല്ലേ, ഈ സ്പേസിന് എന്താ പറയാ, ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ്, അതായത് ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അതിന് ചുറ്റുമുള്ള സ്പേസിനെ വിളിക്കുന്ന പേര് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് പറയാ, ഇന്റർസ്റ്റീഷ്യൽ സ്പേസ്. അപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇടയിലുള്ള സ്പേസിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്നാണ് പറയുന്നത്. ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ എന്തുണ്ട്, ഇതൊക്കെയാണ് എന്ത്, പ്രത്യേക തരത്തിലുള്ള സെല്ലുകൾ ഉണ്ട്. ഇന്റർസ്റ്റീഷ്യൽ സ്പേസിൽ പ്രത്യേക തരത്തിലുള്ള സെല്ലുകളെ കാണാനായിട്ട് സാധിക്കും. ആ സെല്ലുകളെ എന്തായിരിക്കും വിളിക്കുക, ഈ സെല്ലുകളെ എന്തായിരിക്കും വിളിക്കുക, ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് എന്ന് വിളിക്കും. എന്താണ്, ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് എന്നാണ് പറയുന്നത്. കാരണം ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കും, ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ്. ഈ ലേഡിക് സെൽസ് ആണ് ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതാണ്, ആൻഡ്രോജൻസ്. സ്പേം പ്രൊഡക്ഷൻ ഒക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഹോർമോൺ ആണ് എന്ത്, ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലേഡിക് സെൽസ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉൾഭിത്തിയിൽ, സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണെന്ന് വിചാരിക്കുക, അതിന്റെ ഇന്നർ വാളില്, ഉൾഭിത്തിയിൽ 2 ടൈപ്പ് സെൽസ് ലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന 2 ടൈപ്പ് സെല്ലുകൾ ഉണ്ട്. നോക്കി മക്കളെ, ഷേപ്പ് വ്യത്യസ്തമായിട്ടുള്ള സെല്ലുകളാണ് കേട്ടോ ഉള്ളത്. കുറച്ച് നീളം കൂടിയതും കുറച്ച് വട്ടത്തിലായിട്ടുള്ള സെല്ലുകൾ. നോക്കിയേ, ഈ സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൽ മെയിൽ ജേം സെൽസ്. മെയിൽ ജേം സെൽസ്. ഈ നീളം കൂടിയ സെൽസ് ആണ് സെർട്ടോളി സെൽസ്. സെർട്ടോളി സെൽസ് അല്ലെങ്കിൽ നഴ്സിംഗ് സെൽസ് എന്ന് പറയും. സെർട്ടോളി സെൽസ് അല്ലെങ്കിൽ നഴ്സിംഗ് സെൽസ് എന്നാണ് പറയാം. നോക്കി മക്കളെ, അപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉൾഭിത്തിയില് ലൈൻ ചെയ്ത് 2 ടൈപ്പ് സെല്ല് കാണുന്നു. ഒന്നെന്താണ്, മെയിൽ ജേം സെൽസ്, അടുത്തെന്താണ്, സെർട്ടോളി സെൽസ്. ഈ മെയിൽ ജേം സെൽസ് ആണ് മൈറ്റോട്ടിക് ഡിവിഷൻ ഒക്കെ നടന്ന് എന്തായി മാറുന്നത്, സ്പേംസ് ആയി മാറുന്നത്. എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളിലാണ് എന്ത്, സ്പേം പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറഞ്ഞല്ലേ. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളില് ആരുണ്ട്, മെയിൽ ജേം സെൽസ് ഉണ്ട്. ഈ മെയിൽ ജേം സെൽസിന്
ഇങ്ങനെ മൈറ്റോട്ടിക് ഡിവിഷൻ ഒക്കെ സംഭവിച്ച് അതിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്തെന്ന് പറയുന്നത്, സ്പേംസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെർട്ടോളി സെൽസ് അല്ലെങ്കിൽ നഴ്സിംഗ് സെൽസിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? നഴ്സിംഗ് സെൽസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്, അതായത് ഈ മെയിൽ ജേം സെൽസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് സെർട്ടോളി സെൽസ് അല്ലെങ്കിൽ നഴ്സിംഗ് സെൽസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, ഇത്രയും നേരം നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടിരുന്നത്, സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ കാര്യമാണ് അല്ലേ. നമ്മൾ നോക്കിയേ ടെസ്റ്റിക്കിളിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ടെസ്റ്റിസിന്റെ ഉള്ളിൽ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ആ കമ്പാർട്ട്മെന്റ്സിന്റെ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് പറയുന്നു. അതിന്റെ ഉള്ളിൽ ചുരുണ്ട് കിടക്കുന്ന ട്യൂബ്സിന് എന്ത് പറയും, സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയും. സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. ഇനി നോക്കിയാൽ അപ്പൊ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളിലാണ് എന്തുണ്ടാവണത്, സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളിൽ എന്തുണ്ടായി, ഇപ്പൊ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെ. ഈ സ്പേംസ് അവിടെ ഇരുന്നാ മതിയോ, ഇല്ല അല്ലെ, പുറത്തേക്ക് വരണം അല്ലെ. അപ്പൊ എന്താണ്, ഈ ഓരോ കമ്പാർട്ട്മെന്റിനെയും കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ട്യൂബുകൾ വരുന്നുണ്ട് പുറത്തേക്ക്. ആ ട്യൂബിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീറ്റേ ടെസ്റ്റിസ്. ഓരോ കമ്പാർട്ട്മെന്റിനെയും കണക്ട് ചെയ്ത്, അതായത് ഓരോ കമ്പാർട്ട്മെന്റിനെയും കണക്ട് ചെയ്ത് ട്യൂബുകൾ വരുന്നുണ്ട്. ആ ട്യൂബ്സിന് എന്തെന്ന് പറയും, റീറ്റേ ടെസ്റ്റിസ് എന്ന് പറയും. ഇതാണ് റീറ്റേ ടെസ്റ്റിസ് ആണ്. അപ്പൊ എവിടെ നിന്നാണ് നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളിൽ നിന്ന് സ്പേം പുറത്തേക്ക് പോകുന്നത്, ആദ്യം ഇതിലൂടെയാണ്, റീറ്റേ ടെസ്റ്റിസിലൂടെയാണ്. റീറ്റേ ടെസ്റ്റിസ് പിന്നീട് വേറൊരു കുടലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരെന്താണ്, വാസ് എഫറൻഷ്യ എന്നാണ്. വാസ് എഫറൻഷ്യ എന്ന് പറയും. റീറ്റേ ടെസ്റ്റിസ് എവിടേക്ക് ജോയിൻ ചെയ്യും, വാസ് എഫറൻഷ്യയിലേക്ക് ജോയിൻ ചെയ്യും. അതിനുശേഷം ഒരു കോയിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂബ് ഉണ്ട്. അതാണ് എന്ത്, എപ്പിഡിഡൈമിസ്. അതായത് ഒരു കോയിൽഡ് ചെയ്തിരിക്കുന്ന. അപ്പൊ വാസ് എഫറൻഷ്യ എവിടേക്ക് തുറക്കും, എപ്പിഡിഡൈമിസിലേക്ക് തുറക്കും. അവിടെയാണ് കുറച്ചു നേരം എന്ത് ചെയ്യുന്നത്, സ്പേംസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു കുറച്ചു നേരം സ്പേംസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്ലേസ് ഏതാണ്, ഈ എപ്പിഡിഡൈമിസ് ആണ്. അതിനുശേഷം ഇത് കണക്ട് ചെയ്യുന്നത് വേറൊരു ട്യൂബാണ്. അതിന്റെ പേരാണ് വാസ് ഡെഫറൻസ് എന്ന് പറയും. വാസ് ഡെഫറൻസ് എവിടേക്കാണ് ചെല്ലുന്നത്, വാസ് ഡെഫറൻസ്? ഇതാണ് യൂറിനറി ബ്ലാഡർ കേട്ടാ. നോക്കിയേ, വാസ് ഡെഫറൻസ്. ഈ യൂറിനറി ബ്ലാഡറിന്റെ അവിടെ എന്തുണ്ട്, സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ആക്സസറി ഗ്ലാൻഡ് ഉണ്ട് കേട്ടാ. സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന എന്താണ്, ആക്സസറി ഗ്ലാൻഡ് ഉണ്ട്. ആ ആക്സസറി ഗ്ലാൻഡിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, സെക്രീഷൻസ് വരുന്നുണ്ട്, അതായത് സെമിനൽ പ്ലാസ്മ വരുന്നുണ്ട്. ആ ഒരു ട്യൂബും അതേപോലെ തന്നെ നമ്മുടെ ഈ വരുന്ന വാസ് ഡെഫറൻസും കൂടെ ജോയിൻ ചെയ്ത് എന്തായി മാറും, ഒരു ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ട് മാറുന്നു, ഒറ്റ ട്യൂബായിട്ട് മാറും. അതായത് വാസ് ഡെഫറൻസും അതുപോലെ തന്നെ സെമിനൽ വെസിക്കിളിൽ നിന്ന് വരുന്ന സെമിനൽ പ്ലാസ്മ ഒക്കെ കൊണ്ടുവരുന്ന, ആ സെക്രീഷൻസ് ഒക്കെ കൊണ്ടുവരുന്ന ട്യൂബും കൂടെ ജോയിൻ ചെയ്ത് അതെന്തായി മാറും, ഒരൊറ്റ ട്യൂബായിട്ടുള്ള ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ട് മാറും. ഈ ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ത് ചെയ്യും, ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ നിന്ന് വരുന്ന ട്യൂബുമായിട്ട് ജോയിൻ ചെയ്ത് ഒരൊറ്റ ട്യൂബായിട്ട് മാറും. അതാണ് എന്തെന്ന് പറയുന്നത്, യൂറിത്ര അല്ലെ. യൂറിനറി ബ്ലാഡർ എന്ന് വരുന്ന ഏതാണ്, യൂറിത്രയാണ്. ആ യൂറിത്രയിലേക്ക് ആര് ജോയിൻ ചെയ്യും, ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ത് ചെയ്യും, ജോയിൻ ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോ ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. പുറത്തേക്ക് നമ്മുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ വഴി എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നു. അതിനെ എന്തെന്ന് വിളിക്കും, യൂറിത്രൽ മിയാറ്റസ്. ഇനി അതിനിടയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്താണ്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡും അതേപോലെ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലാൻഡുകൾ, ആക്സസറി ഗ്ലാൻഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാം. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഒരു സ്ട്രക്ചർ, മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ നമുക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ. നോക്കിയേ, എക്സ്പ്ലനേഷൻ ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പെയർ ഓഫ് ടെസ്റ്റിസ് എത്രയാണെന്ന് അറിയാം നമുക്ക്. എന്താണ്, നമ്മുടെ സ്ക്രോട്ടത്തിന്റെ ഉള്ളിലാണ്. അതേപോലെ അതിന്റെ ടെമ്പറേച്ചർ,
ബോഡി ടെമ്പറേച്ചറിനേക്കാൾ കുറവായിരിക്കണം. കാരണം എന്താണ്, ഇത് സ്പെർമറ്റോജനസിസിന് ആവശ്യമാണ്. പിന്നെ എന്താണ്, 250 കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ ഉള്ളിൽ 1 2 3 ഹൈലി കോയിൽഡ് ട്യൂബ്യൂൾസ് ഉണ്ട്. അതിന് നമ്മൾ എന്ത് വിളിച്ചു? സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ് പറഞ്ഞത് അല്ലെ. അത് ലൈൻ ചെയ്തിരിക്കുന്നത് 2 ടൈപ്പ് സെല്ല് കൊണ്ടാണ്. എന്താണ്, മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ എന്ന് പറയുന്നത്. എന്താണ് സ്പെർമറ്റോഗോണിയ. മിയോട്ടിക് ഡിവിഷൻ നടന്ന് അതിനുശേഷം എന്തുണ്ടാവും? ഈ മെയിൽ ജേം സെൽസ് ആണ് എന്ത് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത സെൽ ഏതായിരുന്നു? സെർട്ടോളി സെല്ലാണ്. ന്യൂട്രീഷൻ ടു ജേം സെൽസ്. ജേം സെൽസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കൊടുക്കുക. അടുത്ത നോക്കിയത് സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ പുറത്തുള്ള സ്പേസിനെ നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ സ്പേസ്, ഇന്റർസ്റ്റീഷ്യൽ സ്പേസും അവിടെ കാണപ്പെടുന്ന സെല്ല് ഏതാണ്? അതാണ് എന്ത് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് എന്ന് പറയുന്നത് കേട്ടോ. അവരെന്ത് ചെയ്യും? ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾക്ക് പിക്ചർ നോക്കി വെക്കുക. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചർ ആണ്, ഇമ്പോർട്ടന്റ് പിക്ചർ ആണ്. ഈ പിക്ചർ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നോക്കിയതേ, നമ്മൾ നേരത്തെ വരച്ച പിക്ചർ ഉണ്ട്. ഇതിൽ നല്ല കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, കണ്ട, ഇതാണ് എന്തെന്ന് പറയാൻ നമ്മുടെ ടെസ്റ്റിസിനുള്ളിൽ ചെറിയ ചെറിയ കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ കമ്പാർട്ട്മെന്റ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? റീറ്റിയ ടെസ്റ്റിസ്. ഇതാണ് റീറ്റിയ ടെസ്റ്റിസ്. റീറ്റിയ ടെസ്റ്റിസ് എന്ത് ചെയ്യുന്നുണ്ട്? വാസ് എഫറൻഷ്യ. അതെ, വാസ് എഫറൻഷ്യയിലേക്ക് ജോയിൻ ചെയ്ത് പിന്നെ ഇതെന്താണ്? എപ്പിഡിഡിമിസ് ആണ്. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നുണ്ട്? വാസ് ഡെഫറൻസിലേക്ക് ജോയിൻ ചെയ്യും. വാസ് ഡെഫറൻസ് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ട, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇജാക്കുലേറ്ററി, ഇവിടെ നിന്നും ഇതും ജോയിൻ ചെയ്ത് ഇജാക്കുലേറ്ററി ആക്ട്, പിന്നെ യൂറിനറി ബ്ലാഡറിൽ നിന്ന് വരുന്നതും യൂറിത്ര. ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയാണ് യൂറിത്രൽ മിയാറ്റസ് ഇരിക്കുന്നത് കേട്ടാ. യൂറിത്രൽ മിയാറ്റസ് ഓപ്പണിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂറിത്രൽ മിയാറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ അടയാളപ്പെടുത്താൻ, ഇനി അടയാളപ്പെടുത്താൻ സിമ്പിൾ ആയിരിക്കൂലേ? ഏതായിരിക്കും മക്കളെ? നോക്കിയേ, ഏതാണ് ഈ സി എന്ന് പറയുന്നത്? ഏതായിരിക്കും? സി എന്ന് പറയുന്നത് എന്താണ്? അത് ടെസ്റ്റിസ് ആണ് അല്ലെ. ടെസ്റ്റിസ് ആണ്. സി എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. ഇനി ഡി ഏതാണ്? ഡി ഏതായിരിക്കും? ഡി നമ്മുടെ എപ്പിഡിഡൈമിസ്. എപ്പിഡിഡൈമിസ് ആണ്. പിന്നെ എ എന്തായിരിക്കും? ഏതാണ്? ദാറ്റ് ഈസ് സെമിനൽ വെസിക്കിൾ. ബി എന്തായിരിക്കും? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അപ്പോ ഈ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ചോദ്യം വരും. അടുത്ത നോക്കിയേ, അടുത്ത നമ്മുടെ ആക്സസറി ഡക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ അല്ലെ ഏതൊക്കെയാണ് ആക്സസറി. പക്ഷെ നമ്മൾ ഹെഡിങ് പറഞ്ഞില്ല. എന്താണ് ആക്സസറി ഡക്റ്റുകൾ ഏതാണെന്ന് പറഞ്ഞില്ല അല്ലെ. നമ്മൾ നേരത്തെ പിക്ചർ പറഞ്ഞപ്പോ, ചിത്രം പറഞ്ഞപ്പോ എന്ത് ചെയ്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആക്സസറി ഡക്റ്റുകൾ ഏതൊക്കെയാണ്? ഏതായിരുന്നു? റീറ്റേ ടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡിമൈസ്, വാസ് ഡെഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്റ്റ്, ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്? ആക്സസറി ഡക്റ്റുകൾ. അതായത് സ്പേമിനെ കണ്ടക്ട് ചെയ്യാനായിട്ട് കണ്ടക്ഷൻ സഹായിക്കുന്ന കുഴലുകളെ, ട്യൂബ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആക്സസറി ഡക്റ്റുകൾ എന്ന് പറയുന്നത്. ആ ആക്സസറി ഡക്റ്റുകളുടെ പേരാണ് 5 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? റീറ്റേ ടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡെഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഇത്രയാണ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? യൂറിത്ര എന്ത് ചെയ്യുന്നുണ്ട്? യൂറിനറി ബ്ലാഡറിലേക്ക് എന്ത് ജോയിൻ ചെയ്ത് ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ട് മാറുകയും യൂറിനോജെനിറ്റൽ കനാൽ എന്നാണ് പറയുക. അതായത് നമുക്കറിയാം മെയിൽസിൽ എന്താണ് മെയിൽസിന്റെ പ്രത്യേകത എന്താണ്? സ്പേമും അതേപോലെ യൂറിനും കണ്ടക്ട് ചെയ്യാനായിട്ട് ഒരൊറ്റ ട്യൂബ് ഉള്ളൂ അല്ലെ. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുക? യൂറിനോജെനൈറ്റൽ കനാൽ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യും? അത് പെനിസിലേക്ക് എത്തുകയും അത് ഓപ്പൺ ചെയ്യും. എന്തുവഴി? യൂറിത്രൽ മിയാറ്റസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ ഓഡ് വൺ, ജസ്റ്റിഫൈ യുവർ സെലക്ഷൻ. നമുക്ക് കുറച്ച് പാർട്സ് തന്നിട്ടുണ്ട് അല്ലെ. അതേതായിരിക്കും? ഒന്ന് വായിച്ചു നോക്കി ആദ്യം. റീറ്റേ ടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ, ഫെലോപ്പിയൻ ട്യൂബ്, വാസ് ഡെഫറൻസ്. ഇതിലേതാണ്? ഇപ്പൊ നമ്മൾ പഠിക്കാത്ത ഒരു സംഭവം കാണുന്നുണ്ട് അല്ലെ. എന്താണ് പഠിക്കാത്തത്? ഫലോപ്പിയൻ ട്യൂബ്. ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചില്ല. ഇപ്പൊ റീറ്റേ ടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ, വാസ് ഡിഫറൻസ്, ഇതൊക്കെ എന്തിന്റെ ഭാഗങ്ങളാണ്? ഇതൊക്കെ മെയിൽ ആക്സസറി ഡക്റ്റുകളാണ് അല്ലെ. അപ്പൊ ഫെലോപ്പിയൻ ട്യൂബ് ഏതായിരിക്കും? ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫീമെയിൽസിന്റെ ആക്സസറി ഡക്റ്റ് ആണ്. വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ എന്താണ്? ദീസ് ആർ ഓഡ് വൺ ഏതാണ്? ഫലോപ്പിയൻ ആണ് അല്ലെ. ഫലോപ്പിയൻ ട്യൂബ് ആണ്. അതേഴ്സ് എന്താണ്? അതേഴ്സ് ആർ
others are male accessory duct. മെയിൽ ആക്സസറി ഡക്റ്റുകളാണ് ഏത്? ബാക്കിയുള്ളതൊക്കെ ഫെലോപ്പിയൻ ട്യൂബ് മാത്രം എന്താണ്? അത് ഫീമെയിൽ ആക്സസറി ഡക്റ്റ് ആണ്. മനസ്സിലായില്ലേ? അടുത്തത് നോക്കിയേ. സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്പേം കണ്ടക്ഷൻ. സ്പേം പോകുന്നതിന്റെ ആ കറക്റ്റ് സീക്വൻസ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും കറക്റ്റ് സീക്വൻസ്? നമ്മൾ ആ ചിത്രം വരച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഏതായിരിക്കും കറക്റ്റ് സീക്വൻസ്? ഏതായിരിക്കും? സെമിനിഫറസ് ട്യൂബ്യൂൾസ്. അതിന്റെ ഉള്ളിലാണല്ലോ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ? മെയിൽ ജേം സെൽസ് എന്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്? നമ്മുടെ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളിലാണ് അല്ലെ? ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളിൽ നിന്ന് സ്പേംസിനെ ആരാദ്യം കൊണ്ടുപോകും? റീറ്റേ ടെസ്റ്റിസ് ആണ് അല്ലെ? റീറ്റേ ടെസ്റ്റിസ് ഓരോ കമ്പാർട്ട്മെന്റ്സിൽ നിന്ന് വരുന്ന ട്യൂബുകളാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? റീറ്റേ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഈ റീറ്റേ ടെസ്റ്റിസിൽ നിന്ന് പിന്നെ അത് എവിടേക്കാ ജോയിൻ ചെയ്യുക? വാസ് എഫറൻഷ്യ എന്ന് പറയുന്ന ട്യൂബിലേക്ക് വരികയും ഈ വാസ് എഫറൻഷ്യ പിന്നെ എവിടേക്കാണ്? എപ്പിഡിഡൈമിസിലേക്ക് എത്തുകയും അതിനുശേഷം അത് വാസ് ഡെഫറൻസിലേക്ക് കണക്ട് ചെയ്ത് നമ്മുടെ വാസ് ഡെഫറൻസും അതേപോലെ തന്നെ സെമിനൽ വെസിക്കിളിൽ നിന്ന് വരുന്ന ട്യൂബും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? ഇജാക്കുലേറ്ററി ഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഇജാക്കുലേറ്ററി ഡക്റ്റ് പിന്നെ എവിടേക്കാണ് തുറക്കുക? യുറീത്ര, അതായത് യൂറിനറി ബ്ലാഡറിൽ നിന്ന് വരുന്ന യുറീത്രയിലേക്ക് തുറക്കുകയും യുറീത്ര എന്തിലേക്കാണ് പുറത്തേക്ക് തുറക്കുന്നത്? ഏത് വഴിയാണ്? യുറീത്രൽ മിയാറ്റസ് വഴി എന്ത് ചെയ്യും? അത് പുറത്തേക്ക് തുറക്കുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? കണ്ടക്ഷൻ ഓഫ് സ്പേം എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ആൻസർ ഏതായിരിക്കും? ഇതിൽ നിന്ന് ആൻസർ ഏതായിരിക്കും? ഒന്ന് കണ്ടുപിടിച്ച ഏതായിരിക്കും? Seminiferous tubules, Rete testis, vas efferentia, epididymis, vas deferens, ejaculatory duct, urethral meatus. അപ്പോൾ സി ആണ് എന്തെന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ. ഈ ചോദ്യം വന്നിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അടുത്ത നോക്കിയേ. Which of the following is not come under male accessory glands? Male accessory glands inde ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? മെയിൽ ആക്സസറി ഗ്ലാൻഡുകൾ ഏതാണെന്ന് അറിയണം അല്ലെ? നമ്മൾ നേരത്തെ ആ ഡയഗ്രാം വരച്ചപ്പോ നമ്മൾ പറഞ്ഞു, പക്ഷെ ഒന്നും കൂടെ എന്ത് ചെയ്യാ? എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം കേട്ടാ. ഏതൊക്കെയാണ് മെയിൽ ആക്സസറി ഗ്ലാൻഡുകൾ? എന്തൊക്കെയാണ്? എ പെയർ ഓഫ് സെമിനൽ വെസിക്കിൾ, പിന്നെ എന്താണ്? പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, പെയർഡ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. 3 ആക്സസറി ഗ്ലാൻഡുകളാണ് മെയിൽസിനുള്ളത്. ഏതൊക്കെയാണ്? സെമിനൽ വെസിക്കിൾ, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. അതായത് ഈ പറഞ്ഞ ഗ്ലാൻഡ്സ് ഒക്കെ എന്തിനാണ് സഹായിക്കുന്നത്? ഇവരൊരു സെക്രീഷൻസ് ഉണ്ടാക്കും. അതായത് ഓരോ ഗ്ലാൻഡും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടേതായ സെക്രീഷൻസ് ഉണ്ടാക്കും. ഇവരുണ്ടാക്കുന്ന സെക്രീഷൻസിനെ അറിയപ്പെടുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. എന്താണ് മക്കളെ? സെമിനൽ പ്ലാസ്മ. എന്തിനാണ് ഈ സെമിനൽ പ്ലാസ്മയില് ഫ്രക്ടോസ്, കാൽഷ്യം പോലുള്ള പോലെയുള്ള വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ സെമിനൽ പ്ലാസ്മയിൽ കാണപ്പെടുന്നുണ്ട്. എന്തിനു വേണ്ടിയായിരിക്കും? നമ്മുടെ മെയിൽസിന്റെ സ്പേമിന് ന്യൂട്രിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സെമിനൽ പ്ലാസ്മ. അപ്പൊ എന്തിനാണ് ഗ്ലാൻഡ്സ്? എന്തിനാണ്? അവരുടെ സെക്രീഷൻസ് എന്തറിയപ്പെടുന്നു? സെമിനൽ പ്ലാസ്മ എന്നറിയപ്പെടുന്നു. സെമിനൽ പ്ലാസ്മയുടെ ഫംഗ്ഷൻ എന്താണ്? അതിൽ എന്തൊക്കെയാണുള്ളത് നോക്കിയാൽ ഫ്രക്ടോസും കാൽഷ്യം ഒക്കെയാണ്. അപ്പൊ എന്തായിരിക്കുള്ളൂ? സ്പേംസിന് ന്യൂട്രീഷ്യൻസ് കൊടുക്കാനായിട്ട്, അതല്ലെങ്കിൽ മീഡിയം ആയിട്ട് ആക്ട് ചെയ്യാൻ, അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതും ആരുടെ ഫംഗ്ഷനാണ്? ഈ സെമിനൽ പ്ലാസ്മയുടെ ഫംഗ്ഷൻ ആണ്. ഇനി ഈ സെമിനൽ പ്ലാസ്മയും അതേപോലെ സ്പേമും കൂടെ ചേർന്ന് പറയുന്നതാണ് എന്ത്? സീമെൻ എന്ന് പറയും. അതായത് പുറത്തേക്ക് വരുന്ന സീമെൻ എന്താണ്? സ്പേം മാത്രമല്ല, പുറത്തേക്ക് വരുന്ന സീമെനിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടാവും? സെമിനൽ പ്ലാസ്മയും സ്പേമും കൂടെ അടങ്ങിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത്? സീമെൻ എന്ന് പറയുന്ന ആ സീമെനാണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് വരുന്നത്. Okay, the secretions, seminal plasmയുടെ secretionsന് അറിയപ്പെടുന്നത് എന്താണ്? ഫ്രക്ടോസ്, കാൽഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് സെമിനൽ പ്ലാസ്മ. The secretions of bulbourethral glands. നമ്മുടെ bulbourethral glands എന്ത് ചെയ്യുന്നുണ്ട്? സെക്രീഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടാണ്. അതായത് പെനിസിന്റെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ടാണ് എന്ത്? നമ്മുടെ bulbourethral glands ഉണ്ടാക്കുന്ന സെക്രീഷൻസ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ആക്സസറി ഗ്ലാൻഡുകൾ ഏതൊക്കെയാണ്? അപ്പൊ 3 ഗ്ലാൻഡ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? സെമിനൽ വെസിക്കിളും, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡും, ബൾബോയൂറിത്രൽ ഗ്ലാൻഡ്. അപ്പൊ നമ്മുടെ
ക്വസ്റ്റ്യൻ നോക്കിയാടാ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കം അണ്ടർ മെയിൽ ആക്സസറി ഗ്ലാൻഡ്. മെയിൽ ആക്സസറി ഗ്ലാൻഡില് ഉൾപ്പെടാത്തത് ഏതാണ്? ഒന്ന് വായിച്ചു നോക്കി. എന്താണ്? പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, വാസ് എഫറൻഷ്യ, സെമിനൽ വെസിക്കിൾസ്, കൗപ്പേഴ്സ് ഗ്ലാൻഡ്. കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്ന് കാണുമ്പോൾ പേടിക്കണ്ട, ഇതിന്റെ എന്താണ്? ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ് ഇല്ലേ, അതിന്റെ വേറെ പേരാണ് കേട്ടാ, ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ്. അപ്പൊ നോക്കിയേടാ, ആക്സസറി ഗ്ലാൻഡുകൾ ഒക്കെ മെയിലിൽ തന്നെയാണ്, പക്ഷേ ആക്സസറി ഗ്ലാൻഡുകൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആക്സസറി ഗ്ലാൻഡ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആണല്ലേ. പിന്നെന്താണ്? വാസ് എഫറൻഷ്യ ആണോ? വാസ് എഫറൻഷ്യ ആണോ? അല്ല. വാസ് എഫറൻഷ്യ എന്താണ്? മെയിൽസിൽ തന്നെ കാണുന്നത്, പക്ഷെ എന്താണത്? അത് നമ്മുടെ ഏതാണ്? ആക്സസറി ഡക്റ്റ് ആണ്, ട്യൂബാണ്, കുഴലാണ് അല്ലേ, ഗ്ലാൻഡ് അല്ല. സെമിനൽ വെസിക്കുലർ ഗ്ലാൻഡ് ആണ്. അതുപോലെ കൗപ്പേഴ്സ് അല്ലെങ്കിൽ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡും എന്ത് തന്നെയാണ്? ആക്സസറി ഗ്ലാൻഡ് ആണ്. അപ്പൊ ആക്സസറി ഗ്ലാൻഡ് അല്ലാത്തത് ഏത് മാത്രമാണ്? നമ്മുടെ വാസ് എഫറൻഷ്യ. അതെന്താണ്? ആക്സസറി ഡക്റ്റ് ആണ്. മനസ്സിലായില്ലേ? ഇനി അടുത്താണ് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. എന്താണ്? മെയിൽസിന്റെ പുറമേ കാണുന്ന എക്സ്റ്റേണൽ കാണുന്ന ജെനിറ്റാലിയ ഏതാണ്? പെനിസ് ആണ് അല്ലെ, പെനിസ് ആണ്. പെനിസിന്റെ എൻലാർജ്ഡ് പോർഷൻ, പെനിസിന്റെ എൻലാർജ്ഡ് പോർഷൻ, ഈ എൻലാർജ്ഡ് പോർഷന് പറയുന്ന പേരെന്താണ്? ഗ്ലാൻസ് പെനിസ് എന്നാണ്. ഗ്ലാൻസ് പെനിസ്, ഗ്ലാൻസ് പെനിസ് എന്നാണ് അറിയപ്പെടുന്നത്. എൻലാർജ് പോർഷൻ ഓഫ് പെനിസ് ആണ് എന്ത്? ഗ്ലാൻസ് പെനിസ് എന്നറിയപ്പെടുന്നത്. ഇനി ഈ ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തിട്ട് ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്. അതാണ് എന്ത്? ഫോർ സ്കിൻ. ഇതിനെ കവർ ചെയ്തിട്ട് ഒരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്. അതറിയപ്പെടുന്ന പേരെന്താണ്? ഫോർ സ്കിൻ എന്നാണ്. അപ്പൊ അത്രേ ഉള്ളൂ. എന്ത് കൂടുതലായിട്ട് അതിനെ കുറിച്ചൊന്നും പഠിക്കാനില്ല കേട്ടോ, മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയെ കുറിച്ചിട്ട്. അടുത്ത നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്സർവ് ദ ഡയഗ്രാം ഗിവൺ ബിലോ ഷോയിങ് ദ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ദ ഫീമെയിൽ. ഫീമെയിലിന്റെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്? മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയിരുന്നു അല്ലേ. ഇതേതാണ്? ഇത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഡയഗ്രാം ആണ് തന്നിട്ടുള്ളത്. നമ്മളോട് പാർട്ട് ലേബൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഫീമെയിൽസിന്റെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കണം അല്ലെ. എന്താണ് ഫീമെയിൽസിന്റെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം? ഏതാണ്? പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? അത് ഓവറി ആണ് അല്ലേ, ഓവറി. നോക്കി, അതിനു മുമ്പ് നമുക്ക് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത് നോക്കാം. എന്തൊക്കെയാണ്? പെയർ ഓഫ് ഓവറി. നമ്മളാ മെയിൽസിൽ എന്താ പറഞ്ഞത്? പെയർ ഓഫ് ടെസ്റ്റിസ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ടെസ്റ്റിസ് അല്ല, പകരം അവർക്ക് എന്താണുള്ളത്? ഓവറീസ് ആണ് അല്ലേ. പെയർ ഓഫ് ഓവറീസ്, 2 ഓവറീസ് ഉണ്ട്. അടുത്തെന്താണ്? ആക്സസറി ഡക്റ്റുകൾ. അവിടുത്തെ പോലെ തന്നെ എന്തുണ്ട്? ആക്സസറി ഡക്റ്റുകൾ ഏതൊക്കെയാണ്? ഓവിഡക്റ്റ്, യൂട്രസ്, സെർവിക്സ്, വെജൈന പോലുള്ള ആക്സസറി ഡക്റ്റുകൾ. പിന്നെന്താണ്? ആക്സസറി ഗ്ലാൻഡ് ഏതൊക്കെയാണ്? മാമറി ഗ്ലാൻഡ്, ബാർത്തോളിൻസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ആക്സസറി ഗ്ലാൻഡുകൾ ഉണ്ട്. പിന്നെന്താണ്? എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇത്രയും അടങ്ങിയതാണ് എന്ത്? ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. എന്താണ് നോക്കിയേ, ഓവറീസ് ഉണ്ട് അല്ലെ. അതായത് 2 ഓവറീസ് ഉണ്ട്. ഓവറീസ് ആണ് എന്ത്? ഫീമെയിൽസിലത്തെ പ്രൈമറി സെക്സ് ഓർഗൻ. കാരണം എന്താണ്? ഈ ഓവറീസിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓവം അല്ലെങ്കിൽ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറഞ്ഞിട്ട് ഏതായിരുന്നു മെയിൽസിൽ പറഞ്ഞത്? അത് ടെസ്റ്റിസ് ആണ്. ഫീമെയിൽസിലാണെങ്കിൽ അത് ഏതായിരിക്കും? ഓവറീസ് ആണ്. അപ്പൊ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിലാണ്? ഓവറീസിലാണ്. ഇനി ഈ പ്രൊഡ്യൂസ് ചെയ്ത ഓവം ഇവിടെ ഇരുന്നാ മതിയാ? പോരാ അല്ലെ. ഇതിനെ കളക്ട് ചെയ്യാനായിട്ട് ഒരു ആക്സസറി ഡക്റ്റ് ഉണ്ട്. അതിന്റെ പേരെന്താണ്? ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ് എന്ന് പറയും. മനസ്സിലായില്ല? അപ്പൊ ഓവം പുറത്തേക്ക് വന്നതിന് ശേഷം അതിനെ കളക്ട് ചെയ്യാനായിട്ട് എന്തുണ്ട്? ഒരു ഡക്റ്റ് ഉണ്ട്. ആ ഡക്റ്റിന്റെ പേരെന്താണ്? ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ് എന്ന് പറയുന്നു. നോക്കിയേ മക്കളെ, ഒരു ഫണൽ ഷേപ്ഡ് ഭാഗമാണ് ആദ്യം വരിക കേട്ടോ. ഫണൽ ഷേപ്ഡ് ഭാഗം, പിന്നെ അതിനുശേഷം ഒരു വൈഡർ റീജിയൻ, അതിനുശേഷം ഒരു നാരോ ആയിട്ടുള്ള ഒരു റീജിയനിലേക്ക് വരും, നാരോ പോർഷൻ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവിഡക്റ്റ് എന്ന് പറയുന്നത്. ഈ ഓവിഡക്റ്റിന് 3 ഭാഗങ്ങളുണ്ട്. ഓവിഡക്റ്റിന് എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളുണ്ട്. ഒരു ഫണൽ ഷേപ്ഡ്, ഇതാണ് ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഭാഗം. ആ ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഭാഗത്തെ അറിയപ്പെടുന്നത് ഇൻഫണ്ടിബുലം എന്നാണ്. ഇൻഫണ്ടിബുലം.
ഫണൽ ഷേപ്ഡ് പാർട്ട് ഈസ് നോൺ ആസ് ഇൻഫണ്ടിബുലം. ഈ ഇൻഫണ്ടിബുലത്തിന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഓവുലേഷൻ, അതായത് ഓവം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ കളക്ട് ചെയ്യണം അല്ലെ? ആ കളക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെയാണ് ഫിംബ്രിയെ എന്ന് പറയുന്നത്. എന്താണ്? ഫിംബ്രിയെ. അപ്പോ എന്താണ്? നമ്മുടെ ഇൻഫന്റിബുലത്തിന്റെ തന്നെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ, അതായത് ഓവത്തിനെ കളക്ട് ചെയ്യാനായിട്ടുള്ള ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? ഈ ഫിംബ്രിയെ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന വൈഡർ പാർട്ടാണ് എന്ത്? ആംപുല. അപ്പൊ രണ്ടാമത്തെ പാർട്ട് എന്താണ്? ആംപുലയാണ്. ഇനി നേരോ പാർട്ട് അത് എവിടേക്കാണ് ജോയിൻ ചെയ്യുന്നത്? യൂട്രസിലേക്ക് ജോയിൻ ചെയ്യുന്ന ഭാഗം. യൂട്രസിലേക്ക് ജോയിൻ ചെയ്യുന്ന ഭാഗം ഇതാണ് യൂട്രസ്. യൂട്രസിലേക്ക് ജോയിൻ ചെയ്യുന്ന ഈ നാരോ പാർട്ടിനെ നമ്മൾ ഇസ്തുമസ് എന്നാണ് പറയുന്നത്. ഇസ്തുമസ്. ഓക്കെ, 3 ഭാഗങ്ങളാണ് അല്ലെ? അപ്പൊ ഫെലോപ്പിയൻ ട്യൂബ് ഓവിഡക്റ്റിന് 3 ഭാഗങ്ങൾ. ഒന്നെന്താണ്? ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഇൻഫണ്ടിബുലം, 2 വൈഡർ പാർട്ട് ആയിട്ടുള്ള ആംബുല, ലാസ്റ്റത്തെ മൂന്നാമത്തെ എന്താണ്? നാരോ പാർട്ടാണ്. പിന്നെ അത് എവിടേക്ക് ജോയിൻ ചെയ്യുന്നു? നമ്മുടെ യൂട്രസിലേക്ക് ജോയിൻ ചെയ്യുന്നു. അതാണ് എന്ത്? ഇസ്തുമസ്. 3 ഭാഗങ്ങളാണ്. ഇൻഫന്റിബുലത്തിന്റെ തന്നെ ഭാഗമാണ് എന്ത്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ടുള്ള ഫിംബ്രിയെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഓവത്തിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വരുന്ന ഭാഗം ഏതാണ്? നമ്മുടെ യൂട്രസ് ആണ്. യൂട്രസിന് 3 ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഈ അപ്പർ പാർട്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ഫണ്ടസ് എന്ന് പറയും. നടുക്കുള്ളതിനെ ബോഡി എന്ന് പറയും. ലാസ്റ്റ് പാർട്ട് എന്താണ്? സെർവിക്സ്. അങ്ങനെ 3 ഭാഗങ്ങളാണ് എന്തിനുള്ളത്? നമ്മുടെ യൂട്രസിനുള്ളത്. ഇനി യൂട്രസ് നിർമ്മിച്ചിരിക്കുന്നത് 3 മസിൽസ് കൊണ്ടാണ്. 3 ലെയേഴ്സ്, അതായത് 3 ലെയേഴ്സ് എന്തുണ്ട്? നമ്മുടെ യൂട്രസിനുണ്ട് 3 ലെയേഴ്സ്. ഏതൊക്കെയാണ്? ഏറ്റവും പുറമേ കാണപ്പെടുന്നത് ഒരു തിൻ മെംബ്രെയിൻ ആയിട്ടുള്ള ഒരു ലെയറാണ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പെരിമെട്രിയം. പെരിമെട്രിയം എന്ന് പറയുന്നു. ഇനി മിഡിലായിട്ട് കാണപ്പെടുന്നവയെ എന്തെന്ന് വിളിക്കും? മയോമെട്രിയം. മയോമെട്രിയം. ഈ മയോമെട്രിയം നിർമ്മിച്ചിരിക്കുന്നത് മസിൽസ് കൊണ്ടാണ്. മയോമെട്രിയം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? മസിൽസ് കൊണ്ടാണ്. പിന്നെന്താണ്? മിഡിൽ ഭാഗത്തെ ലെയറാണ് എന്ത്? മയോമെട്രിയം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഡെലിവറി ടൈമിലൊക്കെ കോൺട്രാക്ഷൻസിന് സഹായിക്കുന്നത് ഏതായിരിക്കും? അപ്പൊ ഏത് ലെയർ ആയിരിക്കും? മയോമെട്രിയം. മസിൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പറഞ്ഞില്ലേ? കോൺട്രാക്ഷൻ സഹായിക്കുന്നത് ഏതായിരിക്കും? മയോമെട്രിയം ആണ്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഏറ്റവും ഉൾഭാഗത്ത്, ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ഏതാണ്? ദാറ്റ് ഈസ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം. ഏറ്റവും ഉൾഭാഗത്തെ ലെയർ ഏതാണ്? എൻഡോമെട്രിയം ഒരു ഗ്ലാൻഡുലാർ ലെയർ ആണ്. അവിടെയാണ് എന്ത്? നമ്മുടെ സോൺ ഓഫ് ഇംപ്ലാന്റേഷൻ എന്ന് പറയും. അതായത് ബ്ലാസ്റ്റോസിസ് വന്ന് അറ്റാച്ച് ചെയ്യുന്ന പറഞ്ഞില്ലേ? അറ്റാച്ച് ചെയ്യുന്നത് ഏതിലാണ്? ഏത് ലെയറിലേക്കാണ്? എൻഡോമെട്രിയത്തിലേക്കാണ്. അതേപോലെ തന്നെ ഈ എൻഡോമെട്രിയത്തിന് തന്നെയാണ് നമ്മുടെ മെൻസ്ട്രുവൽ പീരീഡ്സിൽ സൈക്കിൾ ചേഞ്ചസ് ഒക്കെ നടക്കുന്നത് ഏത് ലെയറിലാണ്? ഈ പറഞ്ഞ എൻഡോമെട്രിയത്തിന് തന്നെയാണ്. ഇനി അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? സെർവിക്സ് എവിടേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്? വജൈനിലേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട് അല്ലെ? വജൈന. സെർവിക്സിന്റെ അവിടെയുള്ള കനാലിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദാറ്റ് ഈസ് സെർവിക്കൽ കനാൽ എന്ന് പറയും. സെർവിക്കൽ കനാലും വജൈനയും കൂടെ ചേർന്നിട്ടാണ് എന്തെന്ന് പറയുന്നത്? ബെർത്ത് കനാൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ. നമുക്ക് നോക്കാം. നോക്കിയേ, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലേ? ഇതാണ് എന്തെന്ന് പറയുന്ന സ്ട്രക്ചർ അല്ലെ? നമ്മൾ പറഞ്ഞ് 2 ഓവറീസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ്. 3 ഭാഗങ്ങളുണ്ട് എന്ന് പറഞ്ഞില്ലേ? അതിന് ഏതൊക്കെ എഴുതി? ഇൻഫന്റിബുലം, ആംബുല, ഇസ്തുമസ്. അതിനുശേഷം നമ്മുടെ യൂട്രസിന്റെ 3 ലെയേഴ്സ്. ഏറ്റവും പുറമേയുള്ളത് പെരിമെട്രിയം, മിഡിലായിട്ട് കാണപ്പെടുന്നത് മയോമെട്രിയം, ഏറ്റവും ഉൾഭിത്തി, ഏറ്റവും ഉള്ളിലുള്ള ലെയർ ഏതാണ്? എൻഡോമെട്രിയം. അതിനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓവറീസ് 3 ഭാഗങ്ങൾ, ഇൻഫന്റിബുലം, ആംബുല, ഇസ്തുമസ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഭാഗം എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. യൂട്രസിന്റെ 3 ലെയേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലെ? അതും എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. എക്സ്റ്റേണൽ പെരിമെട്രിയം, മിഡിൽ മയോമെട്രിയം എന്താണ്? സ്മൂത്ത് മസിൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പെരിമെട്രിയം ആണെങ്കിൽ തിൻ മെംബ്രെയിൻ ആണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സ്ട്രോങ് കോൺട്രാക്ഷൻ ഡ്യൂറിംഗ് ഡെലിവറി ഓഫ് ബേബി. ബേബിയുടെ ഡെലിവറി ടൈമിൽ കോൺട്രാക്ഷൻസ് നടത്താൻ സഹായിക്കുന്ന ഏതാണ്? നമ്മുടെ മയോമെട്രിയം ആണ്. അടുത്ത എന്താണ്? ഇന്നർ എൻഡോമെട്രിയം. അതൊരു ഗ്ലാൻഡുലാർ ലെയർ ആണ്. ഗ്ലാൻഡ്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അതിനാണ് എന്ത്? സൈക്ലിക് ചേഞ്ചസ് നടക്കുന്നത്.
നടക്കുന്ന മെൻസ്ട്രൽ പീരീഡില് എന്താണ് സൈക്ലിക് ചേഞ്ചസുകൾ നടത്തുന്നത് ഏതാണ് ഈ എൻഡോമെട്രിയമാണ്. അതേപോലെ തന്നെ സോൺ ഓഫ് ഇംപ്ലാന്റേഷനും എവിടെ തന്നെയാണ് എൻഡോമെട്രിയത്തിൽ തന്നെയാണ്. അടുത്തത് സെർവിക്കൽ കനാലും വജൈനയും കൂടെ ചേർന്നിട്ട് ഒന്നിച്ചു പറയുന്ന പേരാണ് എന്ത് ബെർത്ത് കനാൽ എന്ന് പറയുന്നു. അതായത് കുട്ടി പോരുന്ന വഴി ആ കനാലിനെയാണ് എന്തെന്ന് വിളിക്കുക സെർവിക്കൽ കനാലും വജൈനയും കൂടെ ചേർന്നിട്ട് ബെർത്ത് കനാൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ. ഇനി ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ സിമ്പിൾ അല്ലേ? ഏതായിരിക്കും? ഏതാണ് എന്ന് പറയുന്നത്? ഏതായിരിക്കും? ഏറ്റവും ഉൾഭാഗം ലെയർ ഏതായിരുന്നു? ദാറ്റ് ഈസ് എൻഡോമെട്രിയം. ബി എന്ന് പറയുന്നത് ഏതാണ്? ഓവറിയാണ് അല്ലെ? അത് ഓവറിയാണ്. സി എന്ന് പറയുന്ന ഭാഗം ഏതാണ്? സി എന്ന് പറയുന്ന ഭാഗമാണ് ഇസ്തുമസ്. ഡി ഏതാണ്? കുറച്ച് വൈഡർ പാർട്ട് ഏതായിരിക്കും? ആംബുലയാണ് കേട്ടാ. വൈഡർ പാർട്ട് ആയിട്ടുള്ളത് ആംബുല. അപ്പൊ അതാണ് അത്. അപ്പൊ നമ്മുടെ സ്ട്രക്ചർ ഒക്കെ കഴിഞ്ഞു ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്. ഫെർട്ടിലൈസേഷൻ എവിടെയാണ് നടക്കുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് സ്ട്രക്ചറും പഠിച്ചു. നമ്മൾ മെയിലും പഠിച്ചു, ഫീമെയിലിന്റെ സ്ട്രക്ചറും പഠിച്ചു. അപ്പൊ ഫെർട്ടിലൈസേഷൻ എവിടെയായിരിക്കും നടക്കുക? മെയിലിൽ നിന്ന് ഈ വജൈനയിലേക്ക് എന്തെത്തുന്നുണ്ട്? ഫീമെയിൽസിന്റെ വജൈനയിലേക്ക് എന്തെത്തും? സ്പേംസ് എത്തുന്നുണ്ട് അല്ലെ? അപ്പൊ എവിടെ ആയിരിക്കും ഈ രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുന്നത്? എവിടെ വെച്ചിട്ടായിരിക്കും? ഏത് ഭാഗത്ത്? യൂട്രസ് വെച്ചിട്ടാണോ? അല്ല അല്ലെ? ഒരിക്കലും അല്ല. യൂട്രസിൽ വെച്ചിട്ടല്ല ഇതെന്ത് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് അല്ലെ? ഓവിഡക്റ്റിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷൻ, ഫ്യൂഷൻ നടക്കുന്നത്. അത് എവിടെ വെച്ചിട്ടായിരിക്കും? ആ ഒരു റീജിയൻ ആണ് ഏത്? നമ്മുടെ ആംബുലറി റീജിയൻ ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്. ഏതാണ്? ആംബുലറി. ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്, പ്രീവിയസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത് ആംബുലർ ഇസ്തുമിക് റീജിയൻ, അതായത് രണ്ടിന്റെയും കൂടെ ഇടയിലുള്ളതാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് പറയുന്നത് ആംബുലറി റീജിയൻ ഓഫ് ഫെലോപ്പിയൻ ട്യൂബ് എന്നാണ് പറയുന്നത് കേട്ടോ. എൻഡോമെട്രിയമോ സെർവിക്കൽ കനാലോ അല്ലെങ്കിൽ ഇൻഫെന്റിബുലർ റീജിയത്തിൽ ഒന്നുമല്ല എന്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ആംബുലറി റീജിയൻ ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്. ആംബുലയിൽ വെച്ച്, ഫെലോപ്പിയൻ ട്യൂബിന്റെ ആംബുലയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? രണ്ടും കൂടെ ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്നത്. അടുത്ത നോക്കിയേ, ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയാണ്. ഏതൊക്കെയാണ്? നമ്മുടെ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയയില് ഒരു കുഷൻ പോലെയുള്ള ഹെയറി ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് എന്ത്? മോൺസ് പ്യൂബിസ് എന്ന് പറയുന്നത്. ഒരു കുഷൻ പോലെയുള്ള ഒരു സ്ട്രക്ചർ, ഒരു ഹെയറി സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്? മോൺസ് പ്യൂബിസ് എന്ന് പറയുന്നത്. ഈ മോൺസ് പ്യൂബിസിന്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഫോൾഡഡ് ടിഷ്യൂ അല്ലെങ്കിൽ ഫോൾഡഡ് ഫോം ഓഫ് സ്കിൻ ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് ലേബിയ മെജോറ. ലേബിയ മെജോറ എന്ന് പറയും. ഈ ലേബിയ മെജോറയുടെ ഉള്ളിലേക്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വേറെ ഒരു ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് ലേബിയ മൈനോറ. ലേബിയ മൈനോറ എന്നാണ്. അപ്പൊ എന്താണ്? ലേബിയ മെജോറ. ലേബിയ മെജോറയുടെ ഉള്ളിലാണ് എന്ത്? ഫോൾഡഡ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ സ്കിൻ ഇരിക്കുന്നത്. അതെന്താണ്? ലേബിയ മൈനോറ. ഇനി ലേബിയ മൈനോറിന്റെ മുകൾ ഭാഗത്ത് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ട്. അതാണ് എന്ത്? ക്ലിറ്റോറിസ് എന്ന് പറയും. എന്താണ്? ക്ലിറ്റോറിസ്. ഈ ക്ലിറ്റോറിസിന്റെ താഴ്ഭാഗത്താണ് എന്തിരിക്കുന്നത്? നമ്മുടെ വജൈനൽ ഓപ്പണിംഗ്. വജൈനൽ ഓപ്പണിംഗ്. വജൈനൽ ഓപ്പണിങ്ങിനെ പാർഷ്യൽ ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിൻ ആണ് എന്ത്? പാർഷ്യൽ ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു മെംബ്രെയിൻ ആണ് ഹൈമൻ എന്ന് പറയുന്നത്. ഹൈമൻ. അപ്പൊ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ ഭാഗങ്ങളാണ്? മോൺസ് പ്യൂബിസ്, ലേബിയ മൈനോറ, ലേബിയ മെജോറ, ക്ലിറ്റോറിസ്, ഹൈമൻ. ഇത്രയും ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇതിൽ നിങ്ങൾക്ക് ആ സ്ട്രക്ചറിന്റെ പേര് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പഠിക്കാനായിട്ട് വരുന്നുള്ളൂ. വേറെ എക്സ്പ്ലനേഷൻ ഒന്നും നിങ്ങൾക്ക് വരാറില്ല കേട്ടോ. അടുത്ത് നോക്കിയത്, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് എപ്പോൾ. എന്തുകൊണ്ടാണ് ഹൈമനെ ഇറ്റ് ഈസ് നോട്ട് an indicator of virginity or sexual experience? എന്തുകൊണ്ടാണ് ഹൈമൻ ഒരിക്കലും ഒരു സെക്ഷൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വിർജിനിറ്റിയുടെ ഇൻഡിക്കേറ്റർ ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഹൈമൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു തിന്നായിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ്. നമ്മുടെ വജൈനനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ഒരു തിൻ മെംബ്രെയിൻ, അത്രയും തിന്നായിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ് എന്തെന്ന് പറയുന്നത്? ഹൈമൻ എന്ന് പറയുന്നത്. ഈ ഹൈമൻ എപ്പോ വേണമെങ്കിലും ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട്, ഒന്ന്
നമ്മൾ വീണാലോ അല്ലെങ്കിൽ സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകൾ അല്ലേ, അവരൊക്കെ ഫിസിക്കലായിട്ട് കൂടുതലായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളല്ലേ. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹൈമൻ ബ്രേക്ക് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അല്ല, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സെക്ഷൽ എക്സ്പീരിയൻസ് കഴിഞ്ഞവർക്ക് മാത്രമേ ഹൈമൻ ബ്രേക്ക് ഡൗൺ ചെയ്യൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. അത് പണ്ടത്തെ ആളുകളൊക്കെ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്. അതായത് ഹൈമൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, വിർജിനാണ്, വിർജിനിറ്റി ഉള്ളൂ എന്നൊക്കെ നമുക്ക് പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസ് ആയിട്ടുള്ള ഒരു തിൻ മെംബ്രെയിൻ ആണ്. അത് എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം, ബ്രേക്ക് ഡൗൺ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, വിർജിനിറ്റിയുടെ അല്ലെങ്കിൽ സെക്ഷൽ എക്സ്പീരിയൻസിന്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. എന്താണ്, ഇറ്റ് ഈസ് എ കവർ വജൈനൽ ഓപ്പണിംഗ് ബ്രോക്കൺ ബൈ സഡൻ ഫാൾ, അതായത് പെട്ടെന്ന് വീഴുക, അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ്, ഹോഴ്സ് റൈഡിങ്, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാൻ പറ്റും, ഈ ഹൈമൻ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പൊ അതുകൊണ്ട് വുമൻസിൽ ചില ആളുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോയിറ്റസ് കഴിഞ്ഞാലും അല്ലെ സെക്ഷൽ കോണ്ടാക്ട് കഴിഞ്ഞാലും ഹൈമൻ പേഴ്സിസ്റ്റ് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹൈമൻ നമുക്കൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. അടുത്ത് നോക്കിയ ആക്സസറി ഗ്ലാൻഡ്, നമ്മുടെ മെയിലിൽ പോലെ തന്നെ ഫീമെയിൽസിലും എന്ത് ചെയ്യുന്നുണ്ട്, ആക്സസറി ഗ്ലാൻഡ്സ് ഉണ്ട് അല്ലെ. എന്താണ്, ഒന്നാമത്തെ എന്താണ്, ബർത്തോളിൻ ഗ്ലാൻഡ്സ്, അതായത് വജൈനയുടെ സൈഡിൽ കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് എന്ത്, ബർത്തോളിൻസ് ഗ്ലാൻഡ്. അത് ലൂബ്രിക്കേഷൻ സഹായിക്കുന്ന ഒന്നാണ്. ഇനി അടുത്തത് എന്താണ്, നമ്മുടെ മാമറി ഗ്ലാൻഡ്സ്. എന്താണ്, ഗ്ലാൻഡുലാർ ടിഷ്യൂ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ഫാറ്റി ടിഷ്യൂ ഉണ്ട്. ഈ ഫാറ്റി ടിഷ്യൂവിന്റെ ഫംഗ്ഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, പ്രൊട്ടക്ട് ആൻഡ് മെയിൻറ്റെയിൻ ഷേപ്പ് എന്ന് പറയുന്നത്. ഫാറ്റി ടിഷ്യൂ എന്തിനാണ്, അത് അതിന്റെ ഷേപ്പും അതുപോലെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണ് ഫാറ്റി ടിഷ്യൂ ഉള്ളത്. അപ്പൊ മാമറി ഗ്ലാൻഡ് നമുക്കറിയാം അല്ലെ, എന്താണ്, മിൽക്ക് പ്രൊഡക്ഷൻ ആണല്ലേ. കുട്ടി ബേബിയുടെ ബർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കുട്ടിക്ക് പാൽ കൊടുക്കണം അല്ലെ. അപ്പൊ മിൽക്ക് പ്രൊഡക്ഷൻ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, മാമറി ഗ്ലാൻഡ് നമുക്ക് പിക്ചർ നോക്കാം. നമുക്ക് ഇതാണ് മാമറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. മാമറി ഗ്ലാൻഡില് 150 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാമറി ലൊബ്യൂൾസ് എന്ന് പറയുന്നത്. കുറെ അറകളായിട്ട് കാണാൻ പറ്റും നമുക്ക്, ഒരുപാട് അറകൾ ഉണ്ടാവും. ഈ അറകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാമറി ലോബ് അല്ലെങ്കിൽ ലൊബ്യൂൾസ് എന്ന് പറയുന്നത്. മാമറി ലൊബ്യൂൾസ്. ഈ മാമറി ലൊബ്യൂൾസിന്റെ ഉള്ളിൽ ക്ലസ്റ്റർ ഓഫ് സെൽസ്, അതായത് ഒരു കൂട്ടം സെൽസ് ഉണ്ട്. ആ സെൽസിനെ വിളിക്കുന്ന പേരാണ് മാമറി ആൽവിയോളസ് അല്ലെങ്കിൽ ആൽവിയോളൈ എന്ന് പറയും. അപ്പൊ എന്താണ് മാമറി ലോബ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോ കമ്പാർട്ട്മെന്റ്സ്, അറകളാണ്. ഈ അറയുടെ ഉള്ളിൽ എന്തുണ്ട്, ഒരു കൂട്ടം സെൽസ് ഉണ്ട്, ക്ലസ്റ്റർ ഓഫ് സെൽസ് ഉണ്ട്. ആ സെൽസിന് എന്ത് പറയും, മാമറി ആൽവിയോളസ് അല്ലെങ്കിൽ ആൽവിയോളൈ എന്നാണ് പറയുന്നത്. ഈ ക്ലസ്റ്റർ ഓഫ് സെൽസ് ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പാലുൽപാദനം നടത്തുന്ന ഏതാണ്, ഈ മാമറി ആൽവിയോളൈ ആണ്. ഈ മാമറി ആൽവിയോളൈ നിന്ന് പാൽ എന്ത് ചെയ്യും, പുറത്തേക്ക് കൊണ്ടുവരണം അല്ലെ. മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ വെച്ചാൽ മതിയോ, ഇല്ല. കുട്ടിക്ക് വരണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക്, കിട്ടണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വരണ്ടേ. അപ്പൊ അതിൽ നിന്ന് ഓരോ കമ്പാർട്ട്മെന്റിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, ട്യൂബുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അല്ലെ, കൊണ്ടുവരാനായിട്ട്. അതിനെന്തെന്ന് വിളിക്കും, ദാറ്റ് ഈസ് മാമറി ഡക്റ്റ്. മാമറി ഡക്റ്റ് എന്ന് പറയുന്നു. അതായത് ഓരോ ട്യൂബും ജോയിൻ ചെയ്ത് എന്തായോ മാമറി ഡക്റ്റ് ആയിട്ട് മാറുന്നു. ഈ മാമറി ഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് വൈഡർ പാർട്ട്, ഇവിടെ നോക്കിയേ, കുറച്ച് വൈഡർ പാർട്ട് ആയിട്ടുള്ള റീജിയനിലേക്ക് തുറക്കുന്നുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് ആംപുല. എന്താണ്, ആംപുല എന്നാണ് പറയുന്നത്. ഈ ആംപുല പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ലാക്ടിഫറസ് ഡക്റ്റിലേക്ക്, വേറൊരു ട്യൂബാണ് ലാക്ടിഫറസ് ഡക്റ്റ്, ലാക്ടിഫറസ് ഡക്റ്റിലേക്ക് ജോയിൻ ചെയ്യുകയും ഈ ലാക്ടിഫറസ് ഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് തുറക്കുന്നു. അതിന് ആ ഭാഗം പ്രൊജക്ഷൻ എന്തെന്ന് പറയും നമ്മള്, നിപ്പിൾ എന്നാണ് പറയുന്നത്. നിപ്പിളിന്റെ ചുറ്റുമുള്ള ഒരു ഡാർക്ക് പിഗ്മെന്റഡ് ഏരിയയില്ലേ, അതിനെയാണ് ഏരിയോള എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോ ചാർട്ടാണ്. മാമറി ഗ്ലാൻഡ്സിന്റെ മിൽക്ക് കണ്ടക്ഷന്റെ ഫ്ലോ ചാർട്ടാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. എന്താണ്, ആദ്യം മാമറി ലോബ്സ്, അറകളുണ്ട്, അതിന്റെ ഉള്ളിൽ ക്ലസ്റ്റർ ഓഫ് സെൽസ്, മാമറി ആൽവിയോളൈ, ഇവരാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മിൽക്ക് പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇനി അടുത്തത് അതെവിടേക്ക് ചെല്ലും, മാമറി ട്യൂബ്യൂൾസ് ഉണ്ട്, അവിടെ നിന്ന് കൊണ്ടുവരാൻ ചെറിയ ചെറിയ ട്യൂബുകൾ ഉണ്ട്. അതിനുശേഷം മാമറി ഡക്റ്റിലേക്ക് ജോയിൻ ചെയ്യും. കുറച്ചും കൂടെ വൈഡർ പാർട്ട് ആയിട്ടുള്ള മാമറി ആംബുല, ലാക്ടിഫറസ് ഡക്റ്റ്, ലാക്ടിഫറസ് ഡക്റ്റ് പുറത്തേക്ക് തുറക്കുന്നത് നിപ്പിളായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഷോയിങ് സ്പെർമറ്റോജെനസിസ് ബൈ ഫില്ലിംഗ് എ ആൻഡ് ബി ആൻസർ ദ ക്വസ്റ്റ്യൻസ്. എന്താണ് സ്പെർമറ്റോജെനസിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഗ്യാമറ്റോജെനസിസ് രണ്ട് തരത്തിലുണ്ട്, രണ്ട് ഗ്യാമേറ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. നമുക്ക് എന്താണ്, ഒന്ന് സ്പെർമും ഒന്ന് എന്താണ് ഓവവും. അപ്പൊ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പൊ നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം, എന്നിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ.
ഗാമറ്റോജെനിസിസ്. എന്താണ് ഗാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗാമീറ്റ്സ്. ഏതൊക്കെയായിരുന്നു ഹാപ്ലോയിഡ് ഗാമീറ്റ്സ്? സ്പേംസ് ആൻഡ് ഓവം അല്ലെ. എന്നിട്ട് എന്താണ്? ഫ്രം ഡിപ്ലോയിഡ് പ്രൈമറി ജേം സെൽസ്, അതായത് പ്രൈമറി ഡിപ്ലോയിഡ് ജേം സെൽസിൽ നിന്ന് എന്ത് ഫോം ചെയ്യണം? ഗാമേറ്റ്സ് ആയിട്ടുള്ള സ്പേംസ് ആൻഡ് ഓ, ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പേംസും ഓവും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ദാറ്റ് ഈസ് ഗാമറ്റോജെനസിസ് എന്ന് പറയുന്നത്. ഈ ഗാമറ്റോജെനസിസ് രണ്ട് ടൈപ്പ് ആണുള്ളത്. എന്താണ്? ഒന്ന് സ്പെർമാറ്റോജെനസിസും ഒന്ന് എന്താണ്? oogenesis. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് ടൈപ്പ് ഗാമേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. സ്പേം പ്രൊഡക്ഷൻ എന്തെന്നാ? ഫോർമേഷൻ ഓഫ് സ്പേം. ഫോർമേഷൻ ഓഫ് സ്പേം ആണ് എന്തെന്ന് പറയുന്നത്? സ്പെർമറ്റോജെനസിസ്. അപ്പൊ oogenesis എന്തായിരിക്കും? ഫോർമേഷൻ ഓഫ് ഓവം അല്ലെങ്കിൽ എഗ്. ഫോർമേഷൻ ഓഫ് എഗ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ oogenesis എന്ന് പറയുന്നത്. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? സ്പെർമറ്റോജെനസിസും oogenesis. സ്പെർമറ്റോജെനസിസ് എന്ന് പറഞ്ഞാൽ സ്പേമിന്റെ ഫോർമേഷൻ, oogenesis എന്ന് പറയുമ്പോൾ എന്താണ്? എഗിന്റെ ഫോർമേഷൻ. ഇനി നമുക്കറിയാം ഈ സ്പെർമറ്റോജെനസിസ് മെയിൽസിൽ എങ്ങനെയാണ്? ജനിക്കുമ്പോഴേ തുടങ്ങുമോ? സ്പേം പ്രൊഡക്ഷൻ ഉണ്ടാകുമോ? ഇല്ല അല്ലെ. അവർക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? പ്യൂബർട്ടി സ്റ്റേജ്, അതായത് പ്രായപൂർത്തിയാകുമ്പോഴാണ് മെയിൽസിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? സ്പെർമറ്റോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പക്ഷെ ഇനി കുറച്ച് വയസ്സാകുമ്പോൾ നിൽക്കോ? ഇല്ല. അതെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ഓൾഡ് ഏജ്, അതായത് അവസാന കാലം വരെയും എന്ത് നടക്കുന്നുണ്ട്? ഈ സ്പെർമറ്റോജെനസിസ് നടക്കുന്നുണ്ട്. കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. അപ്പൊ സ്പെർമറ്റോജെനസിസ് നമുക്ക് ആദ്യം അതിന്റെ സ്റ്റെപ്പ് നോക്കാം അല്ലെ. ഒന്നാമത്തെ എന്താണ്? സ്പെർമറ്റോഗോണിയ. സ്പെർമാറ്റോഗോണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിപ്ലോയിഡ് ആണ്. നമ്മുടെ മെയിൽ ജേം സെൽസ് ഇല്ലേ? മെയിൽ ജേം സെൽസ് തന്നെയാട്ടോ. മെയിൽ ജേം സെൽസ് മൈറ്റോട്ടിക് ഡിവിഷൻ ഒക്കെ ആയിട്ട് കുറെ എന്തായി മാറും? സ്പെർമറ്റോഗോണിയാസ് ആയിട്ട് മാറും. അതെന്താണ്? അത് ഡിപ്ലോയിഡ് ആണ്, അതായത് 2N ആണ്. ഈ സ്പെർമറ്റോഗോണിയയ്ക്ക് ആദ്യം എന്ത് നടക്കും? മൈറ്റോസിസ് നടന്നിട്ട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആണ് മാറും. ഇതും എന്ത് തന്നെയാണ്? 2N തന്നെയാണ്, ഡിപ്ലോയിഡ് തന്നെയാണ്. കാരണം എന്താണ്? കാരണം അവിടെ നടന്നിട്ടുള്ളത് മൈറ്റോസിസ് ആണ് അല്ലെ. എന്താണ്? സ്പെർമറ്റോഗോണിയ എന്താണ്? ഡിപ്ലോയിഡ് ആണ്. ഈ സ്പെർമറ്റോഗോണിയക്ക് എന്ത് നടക്കും? മൈറ്റോസിസ് ഒരിക്കലും എന്തല്ല? റിഡക്ഷൻ ഡിവിഷൻ അല്ല. ക്രോമോസോം നമ്പർ പകുതി ആവില്ല. മനസ്സിലായില്ലേ? അപ്പോ ഉണ്ടാവുന്ന ഏതാണ്? പ്രൈമറി സ്പെർമറ്റോസൈറ്റ്. അതും എന്തിനായിരിക്കും? ഡിപ്ലോയിഡ് തന്നെയായിരിക്കും. അതിനുശേഷമാണ് എന്ത്? മിയോസിസ് 1 നടക്കുന്നത്. മിയോസിസ് 1 എന്താണ്? റിഡക്ഷൻ ഡിവിഷൻ ആണ് അല്ലെ. ക്രോമോസോം നമ്പർ കുറയും. അപ്പൊ മിയോസിസ് 1 നടന്ന് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആയി മാറുന്നു. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. ഇവിടെയാണ് എന്ത് നടക്കുന്നത്? ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്ന N ആയിട്ട് 2N എന്ന് പറയുന്നത് N ആയിട്ട് മാറുന്ന എവിടെയാണ്? മിയോസിസ് 1 അതിനുശേഷം സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിന് മിയോസിസ് 2 നടക്കും. മിയോസിസ് 2 എന്തിന് തുല്യമാണ്? നമ്മുടെ മൈറ്റോസിസിനായിട്ട് സെയിം ആണ്. കാരണം അവിടെ റിഡക്ഷൻ നടക്കില്ല. മിയോസിസ് 1 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ക്രോമോസോം നമ്പർ പകുതി ആവുന്നുള്ളൂ. മിയോസിസ് 2 എന്ത് ചെയ്യില്ല? റിഡക്ഷൻ ഡിവിഷൻ അല്ല, അതായത് ക്രോമോസോം നമ്പർ സെയിം തന്നെയായിരിക്കും, മാറില്ല. എന്നിട്ട് എന്തായി മാറും? സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറും. ഈ സ്പെർമാറ്റിഡ്സ് ഒപ്പം എന്തെന്നെയായിരിക്കും? N തന്നെയായിരിക്കും ട്ടാ. ഈ സ്പെർമാറ്റിഡ്സിന് പിന്നെ എന്ത് നടക്കും? സ്പെർമിയോജെനസിസ് നടക്കും. സ്പെർമിയോജെനസിസ് നടന്നിട്ടാണ് അവരെന്താവണത്? സ്പേംസ് ആയിട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സ്പെർമറ്റോജെനസിസ് പറയുമ്പോൾ എന്താണ്? ഫോർമേഷൻ ഓഫ് സ്പേം ആണ്. ആദ്യം എന്താണ്? സ്പെർമറ്റോഗോണിയ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമറ്റോഗോണിയയിൽ നിന്ന് മൈറ്റോസിസ് ഒക്കെ നടന്ന് എന്താവും? പ്രൈമറി സ്പെർമറ്റോസൈറ്റ് മാറും. അവിടെ എന്തായിരിക്കും? ഡിപ്ലോയിഡ് തന്നെയുണ്ട്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ് എന്തായിരിക്കും? ഡിപ്ലോയിഡ് തന്നെയാണ്. അടുത്തത് മിയോസിസ് 1. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ക്രോമോസോം നമ്പർ പകുതിയാവുന്നത്, റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത്. എന്നിട്ട് എന്തായി മാറും? സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആയി മാറും. അതെന്തായിരിക്കും? N ആണ്, ഹാപ്ലോയിഡ് ആണ്. ഇനി അടുത്തത് മിയോസിസ് 2 ആണ്. മിയോസിസ് 2 എന്തിന് സെയിം ആണ്? മൈറ്റോസിസിന്റെ പോലെയാണ്. റിഡക്ഷൻ ഡിവിഷൻ നടക്കില്ല, ക്രോമോസോം നമ്പർ അത് തന്നെയായിരിക്കും. എന്നിട്ട് ഫോം ചെയ്യുന്നത് ആരാണ്? സ്പെർമാറ്റിഡ്സ് ആണ്. അതായത് സ്പേംസിന്റെ തന്നെ വേറൊരു ഡെവലപ്പ് ചെയ്യാത്ത ഒരു ഫോമാണ് എന്തെന്ന് പറയുന്നത്? സ്പെർമാറ്റിഡ്സ് എന്ന് പറയുന്നത്. സ്പെർമാറ്റിഡ്സ് സ്പെർമിയോജെനസിസ് നടന്നിട്ടാണ് എന്തായി മാറുന്നത്? തലയും വാലും ഒക്കെ ഉള്ള സ്പേമായിട്ട് മാറുന്നത്. അതായത് അപ്പൊ സ്പെർമിയോജെനസിസ് എന്താണ്?
ഒന്നുമില്ല. എന്താണ് ഈ സ്പെർമാറ്റിഡ് എന്ത് ചെയ്യുന്നുണ്ട്? അവർ ഡെവലപ്മെന്റ്, സ്പെർമാറ്റിഡ്സിന്റെ ഡെവലപ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത്. സ്പെർമാറ്റിഡ്സ് ഡെവലപ്പ് ചെയ്ത് എന്തായി മാറും? സ്പേം ആയിട്ട് മാറും. ആ ഒരു പ്രോസസ് ഡെവലപ്മെന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത്. ഇനി ഒരു വാക്കും കൂടെ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുണ്ടാവും, ദാറ്റ് ഈസ് സ്പെർമിയേഷൻ. സ്പെർമിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീസ് ഓഫ് sperm from seminiferous tubule. അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് അല്ലെങ്കിൽ റീറ്റേ ടെസ്റ്റിസിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പേംസ് പുറത്തേക്ക്, സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ പുറത്തേക്ക് റീറ്റേ ടെസ്റ്റിസിലേക്ക് സ്പേംസ് പോകുന്ന, റിലീസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സ്പെർമിയേഷൻ എന്ന് പറയാം. അപ്പൊ 3 ടേംസ് അവിടെ പഠിക്കാനുണ്ട്. എന്താണ്? സ്പെർമറ്റോജനസിസ്, സ്പെർമിയോജനസിസ്, സ്പെർമിയേഷൻ. സ്പെർമറ്റോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമേഷൻ ഓഫ് സ്പേംസ് അല്ലെ? ഈ മൊത്തം പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പെർമറ്റോജനസിസ് എന്ന് പറയാം. അപ്പൊ സ്പെർമിയോജനസിസ് എന്താണ്? ഇവിടെ നടക്കുന്നത് എന്ത്? സ്പെർമാറ്റിഡ്സ് ഡെവലപ്പ് ചെയ്ത് എന്തായി മാറുന്നത്? സ്പേംസ് ആയി മാറുന്നത്. അതാണ് എന്ത്? സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത്. സ്പെർമിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലീസ് ഓഫ് സ്പേം. അതായത് ഉണ്ടായ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഉള്ളിൽ ഉണ്ടായ സ്പേംസിനെ എന്ത് ചെയ്യണം? പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് എന്ത്? സ്പെർമിയേഷൻ. 3 ടേമും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. അതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സ്പെർമറ്റോജനസിസ് എന്ന് പറയുന്നത് അല്ലെ? ഈ പിന്നെ അടുത്തത് എന്താണ്? നമ്മുടെ ഫീമെയിൽസിൽ എന്തായിരുന്നു? ഊജനസിസ്. ഈ ഫീമെയിൽസിൽ ഊജനസിസ് എങ്ങനെയാണ്? ഇവരെ പോലെ പ്യൂബർട്ടി സ്റ്റേജിലാണോ ഉണ്ടാവുക? മെയിൽസിൽ നമ്മൾ പറഞ്ഞു സ്പെർമറ്റോജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? സ്പേം പ്രൊഡക്ഷൻ തുടങ്ങുന്നത് എപ്പോഴാണ്? പ്യൂബർട്ടി സ്റ്റേജിലാണ്, പ്രായപൂർത്തി ആവുമ്പോഴാണെന്ന് പറഞ്ഞില്ലേ? ഫീമെയിൽസിൽ ഊജനസിസ് ഉണ്ടാകുന്ന പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ തന്നെയാണോ? പ്രായപൂർത്തി ആവുമ്പോഴാണോ? പ്യൂബർട്ടി സ്റ്റേജിലാണോ? അല്ല അല്ലെ? നമ്മൾ വിചാരിക്കും അപ്പോഴായിരിക്കും വിചാരിക്കും. അല്ല, നമ്മൾ അമ്മയുടെ വയറ്റില് എംബ്രിയോ ആയിരിക്കൂലേ? എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഊജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം എന്താണ്? ഊഗോണിയാണ് ഉണ്ടാവുക. അതായത് നമ്മുടെ ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഊഗോണിയ ഉണ്ടാവുകയും ഊഗോണിയയ്ക്ക് എന്ത് സംഭവിക്കും? മൈറ്റോസിസ് സംഭവിച്ച് പ്രൈമറി ഊസൈറ്റ് ആവും. അതും എന്തെന്നെയായിരിക്കും? 2n തന്നെയായിരിക്കും അല്ലെ? കാരണം എന്താണ്? മൈറ്റോസിസ് ആണ് സംഭവിച്ചത്, റിഡക്ഷൻ അല്ല, കുറയൂല. അപ്പൊ എന്താണ്? പ്രൈമറി ഊസൈറ്റ്. ഇത്രയും നടക്കണത് എവിടെയാണ്? നമ്മുടെ എംബ്രിയോ സ്റ്റേജിലാണ്. അതായത് നമ്മൾ അമ്മയുടെ വയറ്റില് എംബ്രിയോ ആയിട്ടിരിക്കുമ്പോഴാണ് എന്ത്? ഈ പറഞ്ഞ പ്രോസസ് നടക്കുന്നത്. എന്താണ്? ഊഗോണിയ, മൈറ്റോസിസ് നടന്നിട്ട് എന്തായി? പ്രൈമറി ഊസൈറ്റ് ആയിട്ട് മാറുന്നത്. ഇനി പ്രൈമറി ഊസൈറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മിയോസിസ് 1ലേക്ക് കടക്കും. പക്ഷെ അത് കംപ്ലീറ്റ് ആവില്ല, അത് സ്റ്റോപ്പ് ആവും. ഇവിടെ വെച്ചിട്ട് എന്താണ്? സ്റ്റോപ്പ്, ഒരു പോസ് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം. മനസ്സിലായി? അപ്പൊ ഇത്രയും എന്താണ് ഇവിടെ നടക്കുന്നത്? എംബ്രിയോണിക് സ്റ്റേജിൽ നടക്കുന്നതാണ്. എംബ്രിയോണിക് സ്റ്റേജിലാണ് ഇത്രയും നടക്കുന്നത് കേട്ടാ. എംബ്രിയോണിക് സ്റ്റേജിലാണ് എന്ത് ചെയ്യണത്? നമ്മുടെ ഊഗോണിയ എന്തായി മാറുന്നത്? മൈറ്റോസിസ് നടന്ന് പ്രൈമറി ഊസൈറ്റ് ആയി മാറി മിയോസിസ് 1ലേക്ക് കടക്കും. പക്ഷെ എന്ത് ചെയ്യില്ല? കംപ്ലീറ്റ് ആവില്ല. ഇനി അവിടെ ഒരു പരിപാടി നടക്കൂല, സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നു. ഇനി ബാക്കി കണ്ടിന്യൂവേഷൻ നടക്കണമെങ്കിൽ എപ്പോഴാണ് അത് കണ്ടിന്യൂ ആവുന്നത്? എപ്പോഴാണ്? നമ്മുടെ ആ പ്യൂബർട്ടി സ്റ്റേജിൽ, അതായത് പ്രായപൂർത്തി ആകുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഇവിടുന്ന് പിന്നെയും എന്ത് ചെയ്യുള്ളൂ? സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ നോക്കിയേ, നമ്മളെ പ്യൂബർട്ടി സ്റ്റേജിൽ വരുമ്പോ FSH ഒക്കെ വരും അല്ലെ? ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ഒക്കെ വരികയും അവിടെ എന്ത് ചെയ്യും? ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യും. ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് എന്തായി മാറും? ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആയിട്ട് മാറുകയും അങ്ങനെ എന്ത് സംഭവിക്കും? മിയോസിസ് കംപ്ലീറ്റ് ആവും. മിയോസിസ് കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡറി യൂസൈറ്റും പിന്നെന്താണ്? ഒരു പോളാർ ബോഡിയുമായിട്ട് മാറും. ഓക്കെ, മിയോസിസ് പ്യൂബർട്ടി സ്റ്റേജിലാണ് FSH ഒക്കെ വരുന്നത് കേട്ടോ. ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ഒക്കെ വരും. അപ്പൊ ഫോളിക്കിൾസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറും. അതിനുശേഷം എന്താണ്? മിയോസിസ് 1ലേക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നില്ലേ, അതെന്ത് ചെയ്യും? കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയിട്ട് സെക്കൻഡറി യൂസൈറ്റും ഒരു പോളാർ ബോഡിയും ഉണ്ടാവും. ഇനി ഇവിടെ പിന്നെ സ്റ്റോപ്പ് ആവും. ഇനി അത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കണമെങ്കിൽ എന്താണ്? അടുത്ത എന്താണ്? മിയോസിസ് 2 ആണല്ലേ? മിയോസിസ് 2 ഇവിടെ എന്തായിരിക്കും? സെക്കൻഡറി യൂസൈറ്റ് എന്ന് പറയുമ്പോൾ N ആണ് കേട്ടോ. അതായത് ഹാപ്ലോയിഡ് ആണ്. കാരണം മിയോസിസ് 1 അല്ലേ കംപ്ലീറ്റ് ചെയ്തത്, റിഡക്ഷൻ ഡിവിഷൻ ആണല്ലോ അതല്ലേ. ഇനി മിയോസിസ് 2
മിയോസിസ് 2 കടന്ന് അത് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എപ്പോ മാത്രമാണ് അത് കംപ്ലീറ്റ് ആവുന്നത്? സ്പേം വരുമ്പോൾ, സ്പേമിന്റെ എൻട്രി ഉണ്ടാവുമ്പോൾ മാത്രമാണ് അത് എന്തായി മാറുന്നത്? ഓവവും അതുപോലെ 2 പോളാർ ബോഡീസും ഉണ്ടാവുന്നത്. 2 പോളാർ ബോഡീസും ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് എന്തെന്ന് പറയുന്നത്? ഊജൻസിസ്. ഊജൻസിസ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് അല്ല അല്ലെ? സ്പെർമറ്റോജൻസിസ് എന്തായിരുന്നു? പ്യൂബർട്ടി സ്റ്റേജിൽ തുടങ്ങി, പക്ഷെ അതെന്താണ്? കണ്ടിന്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഊജൻസിസിന്റെ പ്രത്യേകത എന്താണ്? അത് ഒരിക്കലും കണ്ടിന്യൂസ് അല്ല, ഡിസ്കണ്ടിന്യൂസ് ആണ് അല്ലെ? ആദ്യം അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? എംബ്രിയോണിക് സ്റ്റേജിൽ തുടങ്ങും അല്ലെ? നോക്കിയാൽ മിയോസിസ് 1 വെച്ച് പകുതി വെച്ചിട്ട് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം പ്യൂബർട്ടി സ്റ്റേജ് ആവുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ തുടങ്ങും അല്ലെ? അതിനുശേഷം സെക്കൻഡറി യൂസേജ് മിയോസിസ് 2 ആവുമ്പോൾ എന്ത് ചെയ്യും? അതവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ സ്പേം വന്നാൽ മാത്രമേ അത് എന്തായി മാറുള്ളൂ? ഓവവും സെക്കൻഡ് പോളാർ ബോഡി ആയിട്ട് മാറുള്ളൂ കേട്ടോ. അപ്പൊ നമ്മളോട് ചോദ്യം എന്തായിരുന്നു ചോദിച്ചിരുന്നത്? Complete the flow chart showing spermatogenesis by filling A and B and answer the questions. Flow chart ആണ് തന്നിരിക്കുന്നത് അല്ലെ? എന്താണ്? ഇവിടെ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതായിരിക്കും? That is spermatogonia. സ്പെർമറ്റോഗോണിയാണ് എന്ത് ചെയ്യുന്നത്? പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയി മാറും. പിന്നെ അത് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആവും. പിന്നെ എന്തായി മാറും? സ്പെർമാറ്റിഡ്സ് ആയിട്ട് മാറും. അതിന് ശേഷമാണ് എന്തായി മാറുക? സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേം. സ്പേമിന്റെ തന്നെ വേറൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? സ്പെർമറ്റോസോവ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ക്രോമോസോം നമ്പർ ഓഫ് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്? പ്രൈമറി സ്പെർമറ്റോസൈറ്റിന്റെ ക്രോമോസോം നമ്പർ എന്തായിരുന്നു? പ്രൈമറി ഇവിടെ നടക്കുന്ന പ്രോസസ് എന്താണ്? സ്പെർമറ്റോഗോണിയയിൽ നിന്ന് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയി മാറുന്ന പ്രോസസ് നമ്മൾ എന്താ പറഞ്ഞത്? എവിടെ? സ്പെർമറ്റോഗോണിയയിൽ നിന്ന് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയി നടക്കുന്ന പ്രോസസ് എന്താണ്? മൈറ്റോസിസ് ആണ്. മൈറ്റോസിസ് റിഡക്ഷൻ ഡിവിഷൻ ആണോ? അല്ല. സ്പെർമറ്റോഗോണിയക്ക് 46 ക്രോമോസോം ഉണ്ടെങ്കിൽ പ്രൈമറി സ്പെർമറ്റോസൈറ്റിന് എത്ര തന്നെ ഉണ്ടാവും? 46 ക്രോമോസോം തന്നെ ഉണ്ടാവും. കാരണം എന്താണ്? റിഡക്ഷൻ ഡിവിഷൻ അല്ലാത്തത് കൊണ്ട് കേട്ടാ. അപ്പൊ അവിടെ എത്രയും ക്രോമോസോം നമ്പർ 46, അതായത് 2 തന്നെയാണ്. ഡിപ്ലോയിഡ് ആണ് അല്ലാതെ ഡിപ്ലോയിഡ് ആണ്. പിന്നെ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിഡക്ഷൻ ഡിവിഷൻ ഇൻ സ്പെർമറ്റോജെനസിസ്? എന്തിനു വേണ്ടിയിട്ടാണ് അപ്പൊ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത്? റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത് ഹാപ്ലോയിഡ് സ്പേംസ് ഫോം ചെയ്യാനായിട്ട്. ഹാപ്ലോയിഡ് സ്പേംസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നടക്കുന്നത്? മിയോസിസ് 1 അല്ലെങ്കിൽ റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പേംസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സ്പെർമറ്റോജെനസിസും ഊജെനസിസും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റിലെ ഈ പിക്ചർ ആണ്. ടെക്സ്റ്റിലെ പിക്ചർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾ നോക്കി വെക്കുക, എക്സാമിന് ഉണ്ടാകുന്നതായിരിക്കും. അതെ, അടുത്തത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമറ്റോജെനസിസ് ആൻഡ് ഊജെനസിസ്. സ്പെർമറ്റോജെനസിസും ഊജെനസിസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? നമ്മൾ പറഞ്ഞു സ്പെർമറ്റോജെനസിസ് എവിടെ നടക്കുന്നതാണ്? മെയിൽസിൽ നടക്കുന്നതാണ് അല്ലെ? പുരുഷന്മാരിൽ നടക്കുന്നതാണ്. ഊജെനസിസ് ആരിലായിരിക്കും? സ്ത്രീകളിലാണ്, ഫീമെയിൽസിലാണ്. ഇനി എവിടെയാണ് നടക്കുന്നത്? ഒക്കറിൻ ടെസ്റ്റിസ് അല്ലെ? സ്പെർമറ്റോജെനസിസ് എവിടെയാണ്? ടെസ്റ്റിസിലാണ്. ഊജെനസിസിലാണെങ്കിൽ അതെന്തായിരിക്കും? ഓവറിയിലായിരിക്കും. ഇനി ഗാമേറ്റ്, ഇവിടുത്തെ ഗാമേറ്റ് സ്പെർമറ്റോജെനസിസിലാണെങ്കിൽ ഗാമേറ്റ് എന്താണ്? സ്പേം ആണ്. അവിടെ ആരായിരിക്കും? ഓവമാണ് ഉണ്ടാവുന്നത് അല്ലെ? ഇനി കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം പ്യൂബർട്ടി സ്റ്റേജിൽ. ഇവിടെ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യണത്? സ്പെർമറ്റോജെനസിസ് പ്യൂബർട്ടി സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? നടന്നുകൊണ്ടിരിക്കുന്ന പ്രസവം, ഒരു തടസ്സവും ഇല്ല അല്ലെ? പക്ഷേ ഊജെനസിസ് അങ്ങനെയാണോ? ഡിസ്കണ്ടിന്യൂസ് ആണ്. ഞാൻ പറഞ്ഞു അല്ലെ? ആദ്യം എന്ത് ചെയ്യും? എംബ്രിയോണിക് സ്റ്റേജിൽ ഉണ്ടാകും, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ പ്യൂബർട്ടി ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, പിന്നെയും അത് സ്റ്റോപ്പ് ചെയ്യും. സ്പേം വരുമ്പോൾ മാത്രം എന്ത് ചെയ്യുന്നു? പിന്നെയും അത് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അതൊരു ഡിസ്കണ്ടിന്യൂസ് അല്ലേ? ഡിസ്കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇനി ഓരോ പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ നിന്നും എത്ര സ്പേംസ് ആണ് ഉണ്ടാവുന്നത്? 4 സ്പേംസ് ആണ് ഉണ്ടാവുന്നത്. ഓരോ പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ നിന്നും എത്ര സ്പേംസ് ഉണ്ടാവും? 4 സ്പേംസ് ഉണ്ടാവും. ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്? ഇവിടെ ഒരൊറ്റ ഓവം മാത്രം, പിന്നെ എന്താണ്? 3 പോളാർ ബോഡീസും. ഈ പോളാർ ബോഡീസ് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഡീജനറേറ്റ് ചെയ്ത് പോകുന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരൊറ്റ ഓവമേ അവിടെ നിന്ന് ഉണ്ടാവുള്ളൂ. ഇവിടെ ആണെങ്കിൽ എന്താണ്? 4 സ്പേംസ് ആണ് ഒരൊറ്റ സ്പെർമറ്റോസൈറ്റിൽ ഉണ്ടാവുന്നത്. ഇനി begins at puberty and ends up to senility. Puberty സ്റ്റേജിൽ തുടങ്ങിയാൽ എന്താണ്? അവസാന കാലം വരെ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. ഇതെന്താണ്? എംബ്രിയോണിക് സ്റ്റേജിൽ തുടങ്ങുന്നു, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ടൈം ഓഫ് ബർത്തിൽ അത് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്യൂബർട്ടിക്ക് ശേഷമാണ് ബാക്കിയുള്ള സ്റ്റേജസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഈ ഡിഫറൻസ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡയഗ്രാം ഓഫ് മമേലിയൻ സ്പേം ഇസ് ഗിവൺ ബിലോ. നമുക്ക് സ്പേം, അതായത് നമ്മുടെ ഹ്യൂമൻ ബീങ്സിലുള്ള സ്പേമിന്റെ സ്ട്രക്ചർ ആണ് തന്നിട്ടുള്ളത്. അത് അടയാളപ്പെടുത്താനാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് സ്ട്രക്ചർ ഒന്ന് നോക്കാം. എന്താണ് സ്ട്രക്ചർ ഓഫ് സ്പേം? പ്ലാസ്മ മെംബ്രെയിൻ എൻവലപ്സ് ബോഡി ഓഫ് സ്പേം. നമ്മുടെ സ്പേമിന്റെ ബോഡിനെ കവർ ചെയ്തുകൊണ്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. 3 ഭാഗങ്ങളാണ് നമ്മുടെ സ്പേമിനുള്ളത്. ഏതൊക്കെയാണ്? ഹെഡ്, മിഡിൽ പീസ്, ടെയിൽ. ഈ പിക്ചർ നമുക്ക് നോക്കിയാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത്. ഇതാണ് ഹെഡ് എന്ന് പറയുന്നത്. ഈ നടുക്കുള്ളതാണ് എന്ത്? മിഡിൽ പീസ്. ഇതാണ് എന്ത്? ടെയിൽ എന്ന് പറയുന്നത്. 3 ഭാഗങ്ങളാണ് നമ്മുടെ സ്പേമിനുള്ളത്. ഏതൊക്കെയാണ്? ഹെഡ്, മിഡിൽ പീസ്, ടെയിൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഫുള്ള് കവർ ചെയ്തുകൊണ്ട്, സ്പേമിന്റെ ഫുള്ള് കവർ ചെയ്തുകൊണ്ട് എന്ത് കാണപ്പെടുന്നുണ്ട്? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഇനി ഹെഡിലുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ? ന്യൂക്ലിയസ് കണ്ടെയ്നിങ് ക്രോമോസോമൽ മെറ്റീരിയൽ, ക്രോമോസോം ഉള്ള ന്യൂക്ലിയസ് കാണപ്പെടുന്നു. അതിന് തൊട്ടു മുകളിലായിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചർ ആണ് എന്തെന്ന് പറയുന്നത്? എക്രോസോം എന്ന് പറയുന്നത്. എന്താണ്? എക്രോസോം. ഈ എക്രോസോമിൽ എന്തുണ്ട്? എക്രോസൈൻ എൻസൈംസ് ഉണ്ട്. എന്താണ് എക്രോസൈൻ എൻസൈംസ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ എക്രോസൈൻ എൻസൈംസ് സഹായിക്കുക? നമ്മുടെ എഗ്ഗിനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂസ് ചെയ്യുമ്പോൾ ഫ്യൂഷന് സഹായിക്കുക, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് സഹായിക്കുക. അതായത് ഈ എക്രോസൈൻ എൻസൈം ആണ് നമ്മുടെ എഗ്ഗിന്റെ വാള് ബ്രേക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. മനസ്സിലായില്ലേ? എക്രോസോമിൽ എന്തുണ്ട്? എക്രോസൈൻ എൻസൈംസ് ഉണ്ട്. ഈ എക്രോസൈൻ എൻസൈംസ് ഫെർട്ടിലൈസേഷന് സഹായിക്കും. എങ്ങനെ സഹായിക്കും? ഓവത്തിന്റെ വാള് ബ്രേക്ക് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഏതാണ്? എക്രോസൈൻ എൻസൈംസ് ആണ്. ഇനി അടുത്തത് ഏതാണ്? മിഡിൽ പീസ് ആണല്ലേ. മിഡിൽ പീസിന്റെ പ്രത്യേകത എന്താണ്? മൈറ്റോകോൺട്രിയ ഉണ്ട് അവിടെ. മൈറ്റോകോൺട്രിയ പ്രത്യേകത എന്താണ്? എനർജി പ്രൊഡ്യൂസിങ് ആണ് അല്ലേ. അപ്പൊ ഇവർക്ക് ആവശ്യമായിട്ടുള്ള എനർജി ആരാണ് ഉണ്ടാക്കുന്നത്? മൈറ്റോകോൺട്രിയ ആണ്. പിന്നെ അടുത്ത പാർട്ട് ഏതാണ്? ടെയിലാണ്. ടെയിൽ നമുക്ക് അറിയില്ല, എല്ലാവർക്കും അറിയില്ല. എന്താണ്? മോട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് മൂവ്മെന്റ് സഹായിക്കുന്ന ഒന്നാണ് എന്ത്? ടെയിൽ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയാൽ ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓവൽ ഷേപ്പ് ആണ്. ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ എക്രോസോമും ഹെഡിൽ കാണപ്പെടുന്നു. ഈ എക്രോസോമിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് കണ്ടെയ്ൻ എക്രോസൈൻ എൻസൈംസ്. ഞാൻ പറഞ്ഞു അല്ലേ? എന്താണ്? ദാറ്റ് ഹെൽപ്സ് ഇൻ ഫെർട്ടിലൈസേഷൻ. എങ്ങനെ ഫെർട്ടിലൈസേഷൻ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞത്? എഗ്ഗിന്റെ വാൾ ബ്രേക്ക് ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തത് ഏതാണ്? മിഡിൽ പീസ് ആണ്. മിഡിൽ പീസിൽ ആരാണുള്ളത്? മൈറ്റോകോൺട്രിയ ആണ്. ഹെൽപ്പ് പ്രൊവൈഡിങ് എനർജി. മോട്ടിലിറ്റിക്ക് വേണ്ടി മൂവ്മെന്റിന് എന്ത് വേണം? എനർജി വേണം അല്ലെ. ആ എനർജി കൊടുക്കുന്നത് ആരാണ്? മിഡിൽ പീസിലുള്ള മൈറ്റോകോൺട്രിയ ആണ്. ഇനി അടുത്തത് ഏതാണ്? ടെയിലാണ്. ടെയിൽ എന്തിനു സഹായിക്കുന്നു? ഹെൽപ്സ് ഇൻ ദ മൂവ്മെന്റ് ഓഫ് സ്പേം. സ്പേംസിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്ന ഒന്നാണ് എന്ത്? ഏത് ഭാഗമാണ്? ടെയിലാണ്. അപ്പൊ സ്ട്രക്ചർ അടയാളപ്പെടുത്താം. നമുക്ക് ഏതായിരിക്കും? ഇതേതാണ്? ഹെഡില് ന്യൂക്ലിയസിന് മുകളിലായിട്ട് കാണപ്പെടുന്ന ഏതാണ്? അക്രോസോം ആണ് അല്ലെ. എക്രോസോം ആണ്. ബി എന്ന് പറയുന്നത് അക്രോസോമിന്റെ താഴത്തുള്ളത് ഏതായിരിക്കും? ന്യൂക്ലിയസ് ആണ്. ഇതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രക്ചർ വരാറുണ്ട്, റീഡറോ ഒക്കെ വരാറുണ്ട് കേട്ടാ. ഇനി വേറൊരു സ്ട്രക്ചർ ഉണ്ട്, ചോദിക്കാറില്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യാ? നോട്ട് ചെയ്ത് വെക്കണം. എന്താണ്? ഓവത്തിന്റെ സ്ട്രക്ചർ. ഓവത്തിന്റെ ഉള്ളില് എന്തായിരിക്കുള്ളൂ? ഇതാണ് ഓവം. ഓവത്തിന് ചുറ്റും എന്തുണ്ടാവും? പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാവും. പ്ലാസ്മ മെംബ്രെയിന്റെ ചുറ്റുമാണ് എന്ത്? സോണ പെല്ലുസിഡ. ഏറ്റവും സോണ പെല്ലുസിഡ എന്ന് പറയുന്നു. സോണ പെല്ലുസിഡയ്ക്ക് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഇല്ലേ? അതാണ് കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചേഴ്സ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? LH and FSH play a significant role in spermatogenesis. നമുക്കറിയാം LH ഉം FSH ഉം. LH എന്ന് പറഞ്ഞാൽ എന്താണ്? ലൂട്ടിനൈസിങ് ഹോർമോൺ ആണ്. FSH എന്ന് പറഞ്ഞാൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. ഈ രണ്ട് ഹോർമോൺസും എന്തിനു സഹായിക്കുന്നുണ്ട്? സ്പെർമറ്റോജെനസിസിന്, എന്തിന്? സ്പെർം ഫോർമേഷന് സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് LH and FSH in spermatogenesis. LH ന്റെയും FSH ന്റെയും ഫങ്ഷൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇത് എവിടെയാണ് ഉണ്ടാവുന്നത്? ആരാണ് ഉണ്ടാക്കുന്നത് ഈ LH FSH ഒക്കെ? ആരാണ്? നമ്മുടെ ഹൈപ്പോതലാമസ് അല്ലേ. ഹൈപ്പോതലാമസ് ഉണ്ട്. ഈ ഹൈപ്പോതലാമസ് ആണ് എന്ത് ചെയ്യുന്നത്? ഹൈപ്പോതലാമസ് ഒരു ഹോർമോൺ എന്ത് ചെയ്യും? എവിടേക്ക് വിട്ടു കൊടുക്കും? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് കൊടുക്കുന്നുണ്ട്. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് കൊടുക്കുന്നുണ്ട്. അതേതായിരിക്കും? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് കൊടുക്കുന്ന ഹോർമോൺ ഏതായിരിക്കും? ഗോണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ.
റിലീസിങ് ഹോർമോൺ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഹൈപ്പോതലാമസ് നമ്മുടെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലേക്ക് എത്തുമ്പോൾ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ത് ചെയ്യുന്നുണ്ട്, 2 ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നെന്താണ് LH ലൂട്ടിനൈസിങ് ഹോർമോണും, ഒന്നെന്താണ് FSH ദാറ്റ് ഈസ് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി അപ്പൊ നോക്കിയാൽ ഹൈപ്പോതലാമസ് ഗോണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ കൊടുത്തപ്പോ എവിടെ നിന്ന് ഉണ്ടായി, ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ ആരൊക്കെ പോകുന്നത്, LH ഉം FSH ഉം ഉണ്ടായി. അതിനുശേഷം ഈ LH എവിടേക്കാ ചെല്ല, മെയിൽസിന്റെ കാര്യമാണ് പറയുന്നത്. മെയിൽസിലാകുമ്പോൾ ഇത്രയും നടക്കുന്നത് ഫീമെയിൽസിലും മെയിൽസിലും സെയിം ആണ്. ഇത്രയും നടക്കുന്നത് എന്താണ്, ഫീമെയിൽസിലും മെയിൽസിലും എന്തായിരിക്കും, സെയിം ആണ്. ഇനി ബാക്കി പറയുന്നത് എന്താണ്, ഇപ്പൊ നമ്മൾ പറയാൻ പോണത് മെയിൽസിലെ കാര്യമാണ്. LH എവിടേക്കാണ് ചെല്ലുക, LH നമ്മുടെ ലേഡിക് സെൽസ് ഇല്ലേ, അതായത് ഇന്റർസ്റ്റീഷ്യൽ സെൽസ്, ലേഡിക് സെൽസിൽ ചെല്ലുകയും അവിടെ നിന്ന് എന്തുണ്ടാവും, ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ്രോജൻസ് എന്തിനാണ് സഹായിക്കുന്നത് പറഞ്ഞത്, ഹെൽപ്പിംഗ് സ്പെർമറ്റോജെനസിസ്. LH ലേഡി സെൽസിലേക്ക് ചെല്ലുകയും ലേഡി സെൽസിൽ എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ്രോജൻസ് എന്തിനെ സഹായിക്കുന്നതാണ്, സ്പെർമറ്റോജൻസിസ്, സ്പെർം ഫോർമേഷനെ സഹായിക്കുന്നു. ഇനി അടുത്തത് ആരാണ്, FSH ആണ്. FSH അവിടേക്കായിരിക്കും ചെല്ലുക, FSH സെർട്ടോളി സെല്ലിലേക്കാണ് പോവുക. നമ്മുടെ നേഴ്സിംഗ് സെൽസ് ഇല്ലേ, സെർട്ടോളി സെൽസ്, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് ഫാക്ടേഴ്സ്, ഫോർ സ്പെർമിയോജനസിസ്. വ്യത്യാസം ഉണ്ട് കേട്ടാ. സ്പെർമിയോജനസിസ് എന്തായിരുന്നു, സ്പെർമാറ്റിഡ് സ്പെർമായി മാറുന്ന പ്രോസസ് ആണല്ലേ സ്പെർമിയോജനസിസ് നമ്മൾ പറഞ്ഞത്. അതിന് സഹായിക്കുന്ന ആരാണ്, FSH. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, മെയിൽസിൽ നടക്കുന്നത്. ഇത്രയും ഭാഗം, ഇത്രയും എന്താണ്, ഈ വരട്ട വരെയുള്ള ഭാഗങ്ങൾ ഫീമെയിൽസിലും മെയിൽസിലും സെയിം ആയിരിക്കും. ഹൈപ്പോതലാമസിൽ നിന്ന് ഗോണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ വരും. അത് ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് LH ഉം ലൂട്ടിനൈസിംഗ് ഹോർമോണും FSH ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. അത്രയും ആരാണ്, അത്രയും മെയിൽസിലും ഫീമെയിൽസിലും സെയിം ആയിരിക്കും. ഇനി മെയിൽസിലെ കാര്യമാണെങ്കിൽ LH എവിടേക്ക് ചെല്ലും, ലേഡി സെൽസിലേക്ക് ചെല്ലും. ലേഡി സെൽസ് അവിടെ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ആൻഡ്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് സ്പെർമറ്റോജൻസ് അതായത് സ്പെർം ഫോർമേഷൻ സഹായിക്കും. FSH ആണെന്നുണ്ടെങ്കിൽ അത് എവിടേക്ക് ചെല്ലുക, സെർട്ടോളി സെൽസിലേക്കാണ് ചെല്ലുക. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെർമിയോജനസിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സിന് അത് എന്ത് ചെയ്യും, പുറത്തേക്ക് വിടും, സെർട്ടോളി സെൽസ്. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ മെയിൽസിൽ. അപ്പൊ എന്താണ്, write the functions of LH and FSH in spermatogenesis. അപ്പൊ ആൻസർ എന്ത് ചെയ്യുക, LH എന്ത് ചെയ്യുന്നുണ്ട്, LH ആൻഡ്രോജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, helps in spermatogenesis. FSH ആണെന്നുണ്ടെങ്കിൽ helps to produce factors for spermiogenesis. അപ്പൊ ആൻസർ കിട്ടിയില്ലേ. അടുത്താണ്, write a single term used to denote LH and FSH together. LH നെയും FSH നെയും ഒന്നിച്ച് പറയുന്നത് എന്താണ്, ഗോണോഡോട്രോഫിൻസ് എന്നാണ് പറയാ. ഗോണോഡോട്രോഫിൻസ് എന്നാണ് എന്തെന്ന് പറയുന്നത്, ഈ LH നെയും FSH നെയും ഒന്നിച്ച് പറയുന്ന പേര് എന്താണ്, ഗോണോഡോട്രോഫിൻസ്. അപ്പൊ നോക്കിയാൽ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ കണ്ടിട്ട്. ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നുണ്ട്, ഗോണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 2 തരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാകും, ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗും ലൂട്ടിനൈസിംഗ് ഹോർമോൺസും ഉണ്ടാകുന്നു. മെയിൽസിലാണെങ്കിൽ എന്താണ് LHന്റെ ഫംഗ്ഷൻ, ലേഡി സെൽസിൽ ആക്ട് ചെയ്ത് ആൻഡ്രോജൻസ് ഉണ്ടാക്കും, അങ്ങനെ സ്പെർമറ്റോജൻസിസ് സഹായിക്കുന്നു. FSH ആണെന്നുണ്ടെങ്കിൽ സെർട്ടോളി സെല്ലിലേക്ക് ആക്ട് ചെയ്ത് സ്പെർമിയോജനസിസ് ഇമ്പോർട്ടന്റ് കേട്ടാ, സ്പെർമിയോജനസിസിനാണ് സഹായിക്കുന്നത്. അടുത്തത് ഫീമെയിൽസിലാണെങ്കിലും LH ഉം FSH ഒക്കെ എന്തിനാ സഹായിക്കുന്നത്, ഓവുലേഷനും അതേപോലെ തന്നെ ഫോളിക്കുലാർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാനൊക്കെയാണ് എന്ത് സഹായിക്കുന്നത്, LH ഉം FSH ഉം ഫീമെയിൽസിൽ സഹായിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, the graph shown below shows the levels of LH and FSH at various stage of menstrual cycle. menstrual cycle-ന്റെ ടൈമിൽ LH-ന്റെ FSH-ന്റെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേരിയസ് സ്റ്റേജസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പൊ ചോദ്യം എന്താണ്, നെയിം ദി സോഴ്സ് ഓഫ് LH-ന്റെ FSH. LH ഉം FSH എവിടെ നിന്നാണ് വരുന്നത്, എവിടെ നിന്നായിരുന്നു, ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ് ഉണ്ടായെന്ന് പറഞ്ഞല്ലേ. ഹൈപ്പോതലാമസ് ഗോണാഡോട്രോഫിൻ റിലീസിംഗ് ഹോർമോൺ വിടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ആരൊക്കെ വരുന്നത്, LH ഉം FSH ഉം. LH എന്ന് പറഞ്ഞാൽ ലൂട്ടിനൈസിംഗ് ഹോർമോൺ, FSH എന്ന് പറഞ്ഞാൽ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഇനി the level of LH is maximum during the middle day of cycle. mention its effect. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം, സൈക്കിൾ അല്ലേ. ഏതാണ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ അറിയാം. മെൻസ്ട്രൽ സൈക്കിൾ നമ്മുടെ ആദ്യത്തെ
ഫസ്റ്റ് മെൻസ്ട്രേഷൻ, അതായത് പ്യൂബർട്ടിയിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ മെൻസ്ട്രേഷൻ, ഫസ്റ്റ് മെൻസ്ട്രേഷൻ തുടങ്ങുന്ന പ്രായപൂർത്തി, അതായത് പ്യൂബർട്ടി സ്റ്റേജിലാണ്. അതിന് ആ പറയുന്ന പ്രോസസ്സിനെ എന്താ വിളിക്കുക, മെനാർക്കി എന്നാണ് വിളിക്കുന്നത്. എന്താണ് മെനാർക്കി എന്നാണ് പറയുന്നത്. ഇനി മെൻസ്ട്രൽ സൈക്കിൾ സീസസ് 50 years of age, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമോ, ഇത് ഇല്ല അല്ലെ. മെൻസ്ട്രൽ സൈക്കിള് പ്യൂബർട്ടി സമയത്ത് തുടങ്ങണതിന് എന്താ പറയും നമ്മൾ, മെനാർക്കി എന്ന് പറയും. അവസാനിക്കുന്നതിന് എന്തെന്ന് പറയും, മെനോപോസ്. അതെപ്പോഴായിരിക്കും, ഒരു 50 അല്ലെ 50 വയസ്സൊക്കെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അത് സ്റ്റോപ്പ് ആവണം അല്ലെ, അത് മെനോപോസ് എന്ന് പറയണം. ഇനി മെൻസ്ട്രൽ സൈക്കിൾ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. മെൻസ്ട്രൽ സൈക്കിളിന് 4 ഫേസസ് ആണ്, 4 ഭാഗങ്ങളാണുള്ളത്. 4 ഭാഗങ്ങൾ നിങ്ങൾക്ക് പിക്ചർ വെച്ച് പറയാം. ഇതാണ് സൈക്കിൾ. ഈ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. 4 സ്റ്റേജസ് ഉണ്ട്. അതായത് 1ാമത്തെ ദിവസം തൊട്ട് 5ാമത്തെ ദിവസം വരെ ഏതാണ്, അത് ആ ഒരു ഫേസിനെ പറയുന്നത് മെൻസ്ട്രേഷൻ ഫേസ് എന്നാണ്. മെൻസ്ട്രേഷൻ ഫേസ്, അതായത് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എൻഡോമെട്രിയം നമ്മുടെ എൻഡോമെട്രിയം ബ്രേക്ക് ഡൗൺ ചെയ്ത് പോരുന്നത്, പുറത്തേക്ക് പോരുന്നത്. മനസ്സിലായില്ലേ? അതാണ് എന്ത്, 1 തൊട്ട് 5ാമത്തെ ദിവസം വരെ എന്താണ്, മെൻസ്ട്രേഷൻ പീരീഡ് ആണ്. ഇനി 6 തൊട്ട് 13ാമത്തെ ദിവസത്തെ 6 തൊട്ട് 13ാമത്തെ ദിവസം വരെയും എന്താണ്, ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രൊലിഫറേറ്റീവ് ഫേസ് എന്ന് പറയും. എന്താണ് ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രൊലിഫറേറ്റീവ് ഫേസ്. അവിടെ എന്താണ് നടക്കണമെന്ന് നോക്കിയേ, അവിടെ നോക്കിയേ, ഡെവലപ്മെന്റ് ഓഫ് ഫോളിക്കിൾസ് ആണ്. ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്ത് എന്തായി മാറും, ഗ്രാഫിയൻ, അതായത് മെച്ചുവർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾ ആയിട്ട് മാറുന്നത് ഏത് പ്രോസസ്സിലാണ്, ഏത് സ്റ്റേജിലാണ്, അത് നമ്മുടെ ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രൊലിഫറേറ്റീവ് ഫേസ്. അവിടെ എന്തിന്റെ അളവ് കൂടുതലായിരിക്കും, ഈസ്ട്രജന്റെ അളവ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഈസ്ട്രജന്റെ അളവ് കൂടുതലാവുന്നത് എപ്പോഴാണ്, ഫോളിക്കുലാർ ഫേസിലാണ്. അടുത്തത് 14ാമത്തെ ദിവസം. 14ാമത്തെ ദിവസമാണ് എന്ത് നടക്കുന്നത്, ഓവുലേഷൻ. ഓവുലേഷൻ നടക്കുന്നത് 14ാമത്തെ ദിവസമാണ്. അപ്പൊ 1 തൊട്ട് 5 വരെ എന്താണ്, മെൻസ്ട്രേഷൻ ആണ്. അവിടെ എന്താണ്, നമ്മുടെ എൻഡോമെട്രിയൽ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇളകി പോരുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഇനി അതിനുശേഷം 6ാമത്തെ തൊട്ട് 13ാമത്തെ ഡേ വരെ, 6 തൊട്ട് 13ാമത്തെ ദിവസം വരെ എന്ത് സംഭവിക്കുന്നു, ഫോളിക്കുലാർ ഫേസ്, അതായത് ഫോളിക്യൂൾസ് ഡെവലപ്പ് ചെയ്യുന്നു. പ്രൈമറി ഫോളിക്കിൾ എന്തായി മാറും, ഗ്രാഫിയൻ ഫോളിക്, മെച്ചുവർ ആയിട്ടുള്ള ഒരു ഗ്രാഫിയൻ ഫോളിക്കിളായി മാറുന്ന പ്രോസസ് ഏതാണ്, ഫോളിക്കുലാർ ഫേസിലാണ്. അവിടെ ആ ടൈമിൽ എന്തായിരിക്കും, നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജന്റെ അളവ് എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അതിനുശേഷം ലാസ്റ്റ് 14ാമത്തെ ദിവസമാണ് എന്ത് നടക്കുന്നത്, ഓവുലേഷൻ. അപ്പൊ ആരൊക്കെ ആയിരിക്കും ഹൈ, ഈസ്ട്രജൻ ഉണ്ടാകും, ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ നോക്കിയേ, LH ഉം FSH ഒക്കെ ഹൈ ലെവലിലായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. ഈ LH ഒക്കെ എന്ത് ചെയ്യുന്നതാണ്, പീക്ക് ലെവൽ, അതിന്റെ ഏറ്റവും മാക്സിമം ലെവലിലായിരിക്കും എന്തുണ്ടാവുക, LH ഉണ്ടാവുക. LH പീക്ക് ലെവലിൽ എത്തുമ്പോൾ അതിന് നമ്മൾ എന്തെന്ന് വിളിക്കും, LH സർജ് എന്നാ വിളിക്കാം. LH സർജ്, അതായത് ഒന്നുമില്ല, LH ലൂട്ടിനൈസിങ് ഹോർമോൺ എന്ത് ചെയ്യുന്നുണ്ട്, പീക്ക് ലെവൽ നമ്മുടെ ശരീരത്തിൽ അതിന്റെ മാക്സിമം അളവിലെത്തുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്, LH സർജ് എന്ന് പറയുന്നത്. അതൊക്കെ എപ്പോഴായിരിക്കും സംഭവിക്കുക, ഈ 14ാമത്തെ ദിവസത്തിലാണ്. ഈസ്ട്രജൻ ആയാലും LH ഉം FSH ഒക്കെ അതിന്റെ ഹൈ ലെവലിൽ വരുന്നത് എപ്പോഴാണ്, ഓവുലേഷൻ ടൈമിലാണ്. ഓവുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് ഓവം, അതായത് ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഓവം പുറത്തേക്ക് വരുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ഓവുലേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഇനി 15 തൊട്ട് 28 വരെ, 29, 28 വരെയും എന്തായിരിക്കും, ഓവുലേഷൻ കഴിഞ്ഞാല് ബാക്കി എന്താണ്, ആ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടല്ല, ആ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായി മാറും, കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറുന്നു. എന്തായിട്ട് മാറും, കോർപ്പസ് ലൂട്ടിയം. ഈ കോർപ്പസ് ലൂട്ടിയം ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊജസ്ട്രോൺ. എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതാണ്, കോർപ്പസ് ലൂട്ടിയം. ഈ പ്രൊജസ്ട്രോൺ ആണ് നമ്മുടെ എൻഡോമെട്രിയത്തിനെ അവിടെ നിലനിൽക്കാൻ സഹായിക്കുന്ന, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഹോർമോൺ ഏതാണ്, പ്രൊജസ്ട്രോൺ ആണ്. അപ്പൊ പ്രൊജസ്ട്രോൺ ഇങ്ങനെ കാത്തു നിൽക്കും അല്ലെ, അവിടെ കാത്തു നിൽക്കും, ഫെർട്ടിലൈസേഷൻ ഒക്കെ പിഴപ്പുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പ്രൊജസ്ട്രോൺ അവിടെ എന്ത് ചെയ്യും, കാത്തു നിൽക്കും. പക്ഷെ 28 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും എന്ത് ചെയ്യില്ല, സ്പേം ഒന്നും വരുന്നില്ല, ഫെർട്ടിലൈസേഷൻ ഒന്നും നടക്കണില്ല എന്ന് കാണുമ്പോൾ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയും. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഈ ഗ്രാഫ് ഒന്ന് നോക്കിയേ, പ്രൊജസ്ട്രോൺ വേറെ എവിടെയെങ്കിലും കൂടുന്നുണ്ടോ നോക്കിയേ, ഇല്ല, പ്രൊജസ്ട്രോൺ എവിടെയും കൂടൂല. കാരണം പ്രൊജസ്ട്രോണ് ആരാണ് ഉണ്ടാക്കുന്നത്, കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം വരുന്ന സ്റ്റേജിന്റെ പേരെന്താണ്, ലൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ് എന്നാണ്. അപ്പൊ ഈ ഭാഗത്ത് മാത്രമാണ് ആര് കൂടി നിൽക്കണുള്ളൂ, പ്രൊജസ്ട്രോൺ കൂടി നിൽക്കണു. അപ്പൊ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും, ഒരു ഹമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, എവിടെ, ലൂട്ടിയൽ ഫേസിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൊജസ്ട്രോൺ കൂടുന്നുള്ളൂ. കാരണം കോർപ്പസ് ലൂട്ടിയം
അവിടെ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. കോർപ്പസ് ലൂട്ടിയം ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊജസ്ട്രോൺ ആണ് നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അപ്പൊ പ്രൊജസ്ട്രോൺ ഇങ്ങനെ നിൽക്കുകയാണ്, കാത്തു നിൽക്കണം. ഇപ്പൊ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവും വിചാരിച്ചു. പക്ഷെ ഫെർട്ടിലൈസേഷൻ നടക്കാത്ത അവസ്ഥയിൽ എന്ത് സംഭവിക്കും? പ്രൊജസ്ട്രോണിന്റെ അളവ് അങ്ങോട്ട് കുറയും. പ്രൊജസ്ട്രോണിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ എൻഡോമെട്രിയത്തിന് അവിടെ നിൽക്കാൻ സാധിക്കില്ല. എൻഡോമെട്രിയത്തിന് അങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നത് ആരാണ്? പ്രൊജസ്ട്രോൺ ആണെന്ന് പറഞ്ഞില്ലേ? പ്രൊജസ്ട്രോൺ കുറഞ്ഞു കഴിഞ്ഞാൽ എൻഡോമെട്രിയം എന്ത് ചെയ്യും? പതുക്കെ അവിടെ നിന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് പുറത്തേക്ക് പോരാനായിട്ട് തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പൊ പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? മെൻസ്ട്രൽ പീരീഡ്സ് ആവുന്നത്, ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്, മെൻസസ് ആവുന്നത്. മനസ്സിലായില്ലേ? പ്രൊജസ്ട്രോണിന്റെ അളവ് കുറയുമ്പോഴാണ് മെൻസ്ട്രേഷൻ ഉണ്ടാവുന്നത്. പിന്നെ റിപ്പീറ്റ് ഈ സ്റ്റേജ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് സൈക്കിൾ എന്ന് പറയുന്നതാണ് അല്ലെ? റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. മെൻസ്ട്രൽ ഫേസ് എന്ന് പറയുന്നത് 4 to 5 ദിവസം വരെയാണ്. ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയം ആണ്. ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുമ്പോൾ പ്രൊലിഫറേറ്റീവ് ഫേസ് എന്നും അറിയപ്പെടുന്നുണ്ട്. 6 to 13 ഡേയ്സ് ആണ്. പ്രൈമറി ഫോളിക്കിൾ ഡെവലപ്പ് ഇൻടു ഗ്രാഫിയൻ ഫോളിക്കിൾ. അതേപോലെ തന്നെ ഈസ്ട്രജന്റെ അളവൊക്കെ എന്തായിരിക്കുള്ളൂ? കൂടുതലായിരിക്കും കേട്ടോ. ഈസ്ട്രജൻ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എൻഡോമെട്രിയത്തിന്റെ റീജനറേഷൻ, അതായത് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്നതാണ്. ഓവുലേറ്ററി ഫേസ് എന്ന് പറഞ്ഞാൽ 14ാമത്തെ ദിവസമാണ്. LH FSH ഒക്കെ അതിന്റെ പീക്ക് ലെവലിൽ വരുന്നത്. അത് നമ്മൾ എന്തെന്ന് പറയും? LH സർജ് എന്നാണ് പറയുക കേട്ടോ. LH സർജ് എന്ന് പറയും. റപ്ചറിങ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ, ഓവുലേഷൻ സംഭവിക്കും. ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ത് ചെയ്യും? പൊട്ടിയിട്ട് ഓവുലേഷൻ ഓവം പുറത്തേക്ക് വരുന്നു. അതിനുശേഷം ലൂട്ടിയൽ ഫേസ് ആണ്. സെക്രീറ്ററി ഫേസ് 15 to 28 ദിവസം വരെയാണ്. ഓവുലേഷന് ശേഷം ഈ യെല്ലോ ഗ്ലാൻഡുലാർ മാസ്, കോർപ്പസ് ലൂട്ടിയം, അതായത് നമ്മുടെ റപ്ചർ ചെയ്തില്ലേ, ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ടാണല്ലോ ഓവം പുറത്തേക്ക് പോകുന്നത്. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്തായി മാറും? ഒരു യെല്ലോ കളർ ആയിട്ടുള്ള ഒരു മാസ് ലൈക്ക് സ്ട്രക്ചർ ആവും. അതിന്റെ പേരാണ് എന്ത്? കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്നത്. ഈ കോർപ്പസ് ലൂട്ടിയം ആണ് എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നത്? പ്രൊജസ്ട്രോണെ സെക്രീറ്റ് ചെയ്യുന്നത്. പ്രൊജസ്ട്രോൺ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻസ് എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത്? സോഴ്സ് മനസ്സിലായി. LH FSH ഏതാണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞില്ലേ? The level of LH is maximum during the middle day of cycle. Mention its effect. ഏതാണ് ആ മിഡിൽ ഡേ എന്ന് പറയുന്നത്? 14ാമത്തെ ദിവസമാണ്. LH FSH ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈ ലെവലിൽ വരുന്നത് ഏതാണ്? 14ാമത്തെ ദിവസമാണ്. അതെന്താണത്? ഓവുലേഷൻ ആണ് അല്ലെ? ഓവുലേഷൻ നടക്കാനായിട്ടാണ് എന്ത് ചെയ്യണത്? ഈ LH FSH ഒക്കെ എന്താ ഹൈ ലെവലിൽ വരുന്നത്. നോട്ട് ദ ഫംഗ്ഷൻ ഓഫ് LH ഇൻ മെയിൽ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, മെയിൽസിൽ എന്താണ് LHന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. എന്താണ്? ആൻഡ്രോജൻസ്. LH ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ലേഡി സെൽസിൽ പോയി ആൻഡ്രോജൻസിനെ സെക്രീറ്റ് ചെയ്യും. അത് സ്പെർമറ്റോജൻസിനെ സഹായിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അടുത്ത ഈ പിക്ചർ ഒക്കെ ഒന്ന് നോക്കി വെക്കാം. നമ്മുടെ പ്രൈമറി ഫോളിക്കിള്, ടെർഷ്യറി ഫോളിക്കിൾ ആവുന്നു. ലാസ്റ്റ് ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഓവം പുറത്തേക്ക് വരുന്നു. പിന്നെ അത് കോർപ്പസ് ലൂട്ടിയമായി മാറുന്ന പ്രോസസ്സാണ്. നമ്മുടെ ടെക്സ്റ്റിലുള്ള പിക്ചർ ആണ്, നോക്കി വെക്കുക. അടുത്തത് ഫെർട്ടിലൈസേഷൻ. നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞതാണ് എന്ത്? സ്പേമും ഓവും കൂടെ ഫ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഓൾ കോപ്പുലേഷൻ ഡു നോട്ട് ലീഡ്സ് ടു പ്രഗ്നൻസി. വൈ? എല്ലാ കോപ്പുലേഷൻസും എല്ലാ സെക്ഷൽ കോണ്ടാക്റ്റും പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യോ? ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? Fertilization occurs if ovum and sperm transported simultaneously into ambulary stomach junction. അതായത് ഈ സ്പേമും ഓവവും ഒരുമിച്ച് വന്നാൽ മാത്രമേ ഏത് റീജിയനിലേക്കാണ്? ആംബുലറി സ്റ്റൊമിക്. ഇപ്പൊ നിങ്ങൾക്ക് ആംബുല എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഇപ്പൊ ഈ സ്റ്റമിക് നിങ്ങൾക്ക് പറയണില്ല. പണ്ട് എന്തായിരുന്നു? ആംബുലറി സ്റ്റമിക് എന്നാണ് പഠിച്ചിരുന്നത്. ഇപ്പൊ ആംബുലറി റീജിയൻ എന്ന് പറഞ്ഞാൽ മതിയാവും കേട്ടോ. അപ്പൊ ആംബുലറി ജംഗ്ഷനിലേക്ക് ഈ ഫെലോപ്പിയൻ ട്യൂബിന്റെ ഭാഗമുള്ള ആംബുല എന്ന് പറയുന്നത്, ഈ ആംബുലയിലേക്ക് ഈ സ്പേമും ഓവവും ഒന്നിച്ചു വന്നാൽ, സൈമിൾട്ടേനിയസ്ലി ഒന്നിച്ചു വന്നാൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ? ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ പോപ്പുലേഷൻസും എന്ത് ചെയ്യണം? പ്രഗ്നൻസി ആവണമെന്ന് ഇല്ല. അടുത്ത നോക്കിയേ, ക്ലീവേജ്. എന്താണ് ക്ലീവേജ്? ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഉണ്ടാവുന്ന ഒറ്റ സെല്ലായിട്ടുള്ള സ്ട്രക്ചർ ഏതാണ്? സൈഗോട്ട് ആണ് അല്ലെ? ഒറ്റ സെല്ലായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാവും. അതാണ് എന്തെന്ന് പറയുന്നത്? സൈഗോട്ട് എന്ന് പറയുന്നത്. ഈ സൈഗോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. ബ്ലാസ്റ്റോമിയസ് മാറണ്ടേ? ചെറിയ ചെറിയ കുറെ സെല്ലുകളായിട്ട് മാറണ്ടേ? അപ്പൊ ആ
മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ക്ലീവേജ് എന്ന് പറയുന്നത്. സൈഗോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ബ്ലാസ്റ്റോമിയസ് കുറെ ചെറിയ ചെറിയ കുറെ സെല്ലുകളായി മാറും. അങ്ങനെ മാറുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്ലീവേജ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ സൈഗോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യും. അതിനനുസരിച്ച് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫെലോപ്പിയൻ ട്യൂബിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. നീങ്ങി 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 അത് എവിടേക്ക് എത്തും? ഇസ്തമസിലേക്ക് എത്തി. അത് എന്നിട്ട് എന്ത് ചെയ്യും? യൂട്രസിലേക്ക് എത്തുകയും അങ്ങനെ 2, 4, 8, 16 ഡോട്ടർ സെൽസ് ആയിക്കോട്ടെ ബ്ലാസ്റ്റോമിയസ് ആയിട്ട് മാറും. ആദ്യം 2, പിന്നെ 4, 8, 16 അങ്ങനെ 32 അങ്ങനെയൊക്കെ കൂടി 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 വരും. 32 ബ്ലാസ്റ്റോമിയസ് ഉള്ള സ്ട്രക്ചറിനെ നമ്മൾ എന്താ വിളിച്ചത്? ബ്ലാസ്റ്റോസിസ്റ്റ്. ഏതാണ്? ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ഇനി 8 തൊട്ട് 16 ബ്ലാസ്റ്റോമിയസിനുള്ള സ്ട്രക്ചറിനെ എന്താ വിളിക്കുക? മോറുല എന്നാണ് വിളിക്കുക. എന്താണ്? മോറുല. 8 തൊട്ട് 16 ബ്ലാസ്റ്റോമിയസ് ആണെങ്കിൽ അത് മോറുല, 32 ആണെങ്കിൽ അത് എന്താണ്? ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. മോറുല എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെയും ഡിവൈഡ് ചെയ്യില്ലേ? 32 ഒക്കെ ആവും, ബ്ലാസ്റ്റോമിയസ് ആവും, എന്നിട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് അല്ലെങ്കിൽ ബ്ലാസ്റ്റുല എന്ന് പറയുന്ന സ്ട്രക്ചർ ആയി മാറും. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്? ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. നമ്മുടെ യൂട്രസിന്റെ ഉള്ളിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണ്? ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. അടുത്ത നോക്കിയേ, നമ്മൾ ആ ഒരു പ്രോസസ്സാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എഗ് ഫെർട്ടിലൈസേഷൻ നടക്കും. ഫെർട്ടിലൈസേഷൻ നടന്ന സൈഗോട്ട് ക്ലീവേജ് നടക്കുമ്പോൾ എന്തായി മാറും? ബ്ലാസ്റ്റോമിയസ് ആയി മാറും. ബ്ലാസ്റ്റോമിയസ് പിന്നെ മോറുല ആവും. മോറുല പിന്നെ എന്തായി മാറും? ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറുന്നു. ഇനി ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം വന്നിട്ടുണ്ട് കേട്ടാ. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ നോക്കിയേ, ഇത് നമുക്ക് എ, ഇത് ബി കൊടുക്കാം. ഏതായിരിക്കും? ഈ എ എന്ന് പറയുന്ന ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ, അതായത് ഒറ്റ ഒരു സിംഗിൾ ലൈനിങ് ഓഫ് സെൽസ് ഉണ്ട്. അതിന് നമ്മൾ എന്ത് വിളിക്കും? ദാറ്റ് ഈസ് ട്രോഫോബ്ലാസ്റ്റ് എന്നാ വിളിക്കാം. ട്രോഫോബ്ലാസ്റ്റ്. ഇതിന്റെ ഉള്ളിൽ ട്രോഫോബ്ലാസ്റ്റിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കുറച്ച് സെൽസിനെ കാണില്ലേ? ഈ സെൽസിനെ വിളിക്കുന്ന പേരാണ് ഇന്നർ സെൽ മാസ്. ഇന്നർ സെൽ മാസ്. ഈ ഇന്നർ സെൽ മാസ് ആണ് പിന്നെ എംബ്രിയോ ആയിട്ട് മാറുന്നത് കേട്ടോ. ട്രോഫോബ്ലാസ്റ്റ് ആണ് ഈ ഒറ്റ ലൈനിങ് എന്ന് പറയുന്നത്. അതിന്റെ ഉള്ളിൽ ട്രോഫോബ്ലാസ്റ്റിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സെല്ലിനെ എന്ത് പറയും? ഇന്നർ സെൽ മാസ് എന്നാണ് പറയുക കേട്ടോ. നോക്കിയേ, ബ്ലാസ്റ്റോമിയസ് അറേഞ്ച്ഡ് ഇൻടു ട്രോഫോബ്ലാസ്റ്റ് ഔട്ടർ ലെയർ. നമ്മൾ നേരത്തെ കണ്ടില്ലേ? ഔട്ടർ ലെയർ എന്താണ്? ട്രോഫോബ്ലാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ ഉള്ളിൽ ഇന്നർ സെൽ മാസ് എവിടേക്കാണ്? ട്രോഫോബ്ലാസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. പിന്നീട് അത് എന്തായി മാറും? ഇന്നർ സെൽ മാസ് ആണ് പിന്നീട് എന്തായി മാറുന്നത്? എംബ്രിയോ ഓർഗൻസ് ഒക്കെ ആയിട്ട് മാറി എംബ്രിയോ ആയിട്ട് മാറുന്നത്. ട്രോഫോബ്ലാസ്റ്റ് എന്താണ്? ഹെൽപ്സ് ബ്ലാസ്റ്റോസിസ്റ്റ് ടു അറ്റാച്ച് ടു എൻഡോമെട്രിയം. ട്രോഫോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ഈ പറഞ്ഞ ബ്ലാസ്റ്റോസിസിനെ യൂട്രസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയെ അതിനെ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇംപ്ലാന്റേഷൻ നടക്കും. ഇംപ്ലാന്റേഷൻ എന്താണ്? നമ്മുടെ യൂട്രൈന്റെ വാൾ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ വന്ന് എന്ത് ചെയ്യും? ഇങ്ങനെ കവർ ചെയ്ത് ഇരിക്കുന്നു. ബ്ലാസ്റ്റോസിസ്റ്റ് ബിക്കം എംബഡഡ് ഇൻ എൻഡോമെട്രിയം. ബ്ലാസ്റ്റോസിസ്റ്റ് എന്ത് ചെയ്യും? ഇങ്ങനെ എൻഡോമെട്രിയത്തിന്റെ ഉള്ളിൽ എംബഡായിട്ട് ഇരിക്കുന്നു, ഉള്ളിലേക്ക് കയറി ഇരിക്കുന്നു. ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓവുലേഷൻ സ്പേം വന്ന് ആംബുലർ റീജിയണിലാണ് എന്ത് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അങ്ങനെ അതിനുശേഷം അത് എന്ത് ചെയ്യുന്നുണ്ട്? 2, 4, 8, 16 അങ്ങനെ ബ്ലാസ്റ്റോമിയസ് ആയിട്ട് മാറും. ബ്ലാസ്റ്റോസിസ്റ്റ് ആവുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇംപ്ലാന്റേഷൻ നടക്കുന്നുള്ളൂ. ഈ പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് അതിനുശേഷം നമുക്കറിയാം നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കണം എങ്ങനെയാണ്? ആദ്യം എന്ത് വേണം? ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? പ്ലാസന്റ. നമുക്കറിയാം അമ്മയും കുട്ടിയും ബ്ലഡ് തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാന്നറിയാം അല്ലെ? അപ്പൊ അവര് തമ്മിൽ എങ്ങനെയാണ് കണക്ഷൻ എന്ന് പറയുന്നത്? അതിന് സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? പ്ലാസന്റ. ദാറ്റ് ഈസ് ബ്ലഡ് വാസ്കുലാർ കണക്ഷൻ ബിറ്റ്വീൻ എംബ്രിയോ, ദാറ്റ് ഈസ് ഫീറ്റസ് ആൻഡ് മെറ്റേണൽ ബോഡി. അമ്മയും കുട്ടിയും തമ്മിലുള്ള കണക്ഷന് സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്? പ്ലാസന്റ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫങ്ഷൻസ് ഓഫ് പ്ലാസന്റ എന്താണ്? ഫങ്ഷൻസ്, പ്ലാസന്റയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ്? സപ്ലൈ ഓക്സിജൻസ് ന്യൂട്രിയൻസ് ഫ്രം മദർ ടു ഫീറ്റസ്. അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്, കുഞ്ഞിലേക്ക് എന്താണ്? ന്യൂട്രിയൻസും അതുപോലെ ഓക്സിജൻ ഒക്കെ കൊടുക്കുന്നത് ആര് വഴിയാണ്? പ്ലാസന്റ വഴിയാണ്. അടുത്തത് റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ഫീറ്റസ്. അതായത് ഫീറ്റസിൽ എന്ത് ചെയ്യുന്ന പ്രോസസ്സുകൾ നടക്കുന്നുണ്ടല്ലേ? ആ പ്രോസസ്സിൽ നിന്ന് ഉണ്ടാകുന്ന വേസ്റ്റ് ആണ്. ഫീറ്റസിന് നേരിട്ട് പുറത്തേക്കൊന്നും കളയാനായിട്ട് പറ്റൂല. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? ഫീറ്റസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്ന ഏത് വഴിയാണ്? പ്ലാസന്റ വഴി എന്ത് ചെയ്യും? അമ്മയുടെ ബ്ലഡിലേക്ക് എത്തും. അങ്ങനെ അമ്മയിൽ നിന്നാണ് അത് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പോകുന്നത്. അടുത്തെന്താണ്? അതുപോലെ തന്നെ റിമൂവ് എക്സ്ക്രീറ്ററി വേസ്റ്റ്. ഫീറ്റസിൽ നിന്ന് വരുന്ന എക്സ്ക്രീറ്ററി വേസ്റ്റും അതുപോലെ തന്നെയാണ് പ്ലാസന്റ വഴി എന്ത് ചെയ്യും? അമ്മയിലേക്ക് എത്തും. അങ്ങനെ അമ്മയിൽ നിന്നാണ് അത് പുറത്തേക്ക് പോകുന്നത്. അത് മാത്രമല്ല പിന്നെ എന്തും കൂടി ഉണ്ട്. ഇറ്റ് ആക്ട്സ് എൻഡോക്രൈൻ ടിഷ്യൂസ്. അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഈ പ്ലാസന്റ ആക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഹോർമോൺസ് സെക്രീറ്റ് ചെയ്തുകൊണ്ട്. ഏതൊക്കെയാണ്?
ഹ്യൂമൻ കോറിയോണിക് ഗോണോഡോട്രോഫിൻ ദാറ്റ് ഈസ് HCG. അടുത്തത് ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ HPL, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ ആര് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? പ്ലാസന്റ. അപ്പൊ പ്ലാസന്റ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? HCG ദാറ്റ് ഈസ് ഹ്യൂമൻ കോറിയോണിക് ഗോണോഡോട്രോഫിൻ, HPL ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, അതായത് പ്രഗ്നൻസി ടൈമിൽ മാത്രം, അതായത് ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ മാത്രം അവരുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഏതൊക്കെയായിരിക്കും പറയാൻ പറ്റുമോ? ഏതായിരിക്കും നമ്മുടെ രണ്ടെണ്ണം, ഹ്യൂമൻ കോറിയോണിക് ഗോണോഡോട്രോഫിൻ അതായത് HCGയും ഹ്യൂമൻ പ്ലാസന്റൽ ലാക്ടോജൻ HPLഉം. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും നമ്മുടെ ശരീരത്തിൽ അല്ലാണ്ടും ഉണ്ടാവും കേട്ടോ. പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ല, പ്ലാസന്റ സെക്രീറ്റ് ചെയ്യുന്നു, അതും കൂടെ സെക്രീറ്റ് ചെയ്യുന്നു എന്നുള്ളൂ. പക്ഷേ പ്രഗ്നൻസി ടൈമിൽ മാത്രം നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഹോർമോൺസ് ആണ് ഏത്? HCGയും HPL. കാരണം എന്താണ്? അത് പ്ലാസന്റ മാത്രമേ സെക്രീറ്റ് ചെയ്യുള്ളൂ. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ അങ്ങനെയല്ല. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ നമുക്ക് മെൻസ്ട്രുവൽ സൈക്കിളിന്റെ ടൈമിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈസ്ട്രജന്റെ പ്രൊജസ്ട്രോണിന്റെ കേസൊക്കെ പറഞ്ഞില്ലേ? അതൊന്നും അപ്പൊ എന്താണ് നമ്മുടെ ആ ടൈമിൽ മാത്രമല്ല, പ്രഗ്നൻസി ടൈമിൽ മാത്രമല്ല കാണപ്പെടുന്നത്. പ്രഗ്നൻസി ടൈമിൽ മാത്രം കാണപ്പെടുന്നത് ഇത് മാത്രമാണ് HCGയും HPLഉം. കാരണം എന്താണ്? പ്ലാസന്റ ആ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാത്ത ടൈമിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അത് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പ്രഗ്നൻസി ടൈമിൽ വരുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അടുത്ത നോക്കിയേ, ഇൻ ലേറ്റർ ഫേസ് ഓഫ് പ്രഗ്നൻസി, പിന്നെ പ്രഗ്നൻസി കുറച്ചും കൂടെ ലേറ്റർ അതായത് അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വേറൊരു ഹോർമോണും കൂടി ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണും കൂടി ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മുടെ ബേബിയുടെ ഡെലിവറി ടൈം, അതായത് ബേബി പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ദാറ്റ് ഈസ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ ആണ് എന്ത് ചെയ്യുന്നത്? യൂട്രസിന്റെ കോൺട്രാക്ഷൻ അല്ലെ, കോൺട്രാക്ഷൻ നടന്നതിന് ശേഷമാണ് എന്ത്? കോൺട്രാക്ഷൻ നടക്കുമ്പോഴാണ് യൂട്രസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടി പുറത്തേക്ക് പുഷ് ചെയ്ത് പോരുന്നത്. അതിനെ സഹായിക്കുന്ന, കോൺട്രാക്ഷൻ സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് കോൺട്രാക്ഷൻ സഹായിക്കുന്നത്. അടുത്തത് എന്താണ്? സിഗ്നിഫിക്കൻസ് ഓഫ് കൊളസ്ട്രോൾ. എന്താണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്? കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഉണ്ടാവുന്ന മിൽക്ക്, ഒരു യെല്ലോ കളർ ആയിട്ടുള്ള ഒരു മിൽക്കാണ് ആദ്യമായിട്ട് ഉണ്ടാവുന്നത്. ആ ഒരു മിൽക്കിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അത് എന്തായാലും കുട്ടിക്ക് കൊടുക്കേണ്ട ഒന്നാണ്. യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഒരു മിൽക്കാണ്. അതായത് ആദ്യം വരുന്നത് ഏതായിരിക്കും? ഈ പറഞ്ഞ യെല്ലോ കളർ മിൽക്ക് ആയിരിക്കും. അതിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് ആന്റിബോഡി, ദാറ്റ് ഈസ് IgA പോലുള്ള ആന്റിബോഡീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാലിലുണ്ട്, ഈ കൊളസ്ട്രോളിലുണ്ട്. അത് കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റൻസ്, അതായത് ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നു. കുട്ടിയുടെ ശരീരത്തിൽ എന്തില്ല? ഒരു ഇമ്മ്യൂണിറ്റി പവർ അല്ലെങ്കിൽ ആന്റിബോഡീസ് ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് കൊടുക്കുന്നതല്ലേ, കുട്ടിയുടെ ആന്റിബോഡീസ് ഉണ്ടാവണ വരെയും കുട്ടിക്ക് എന്ത് വേണം? ഇമ്മ്യൂണിറ്റി പവർ വേണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? കൊളസ്ട്രോൾ. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആന്റിബോഡീസ്, അതായത് IgA പോലുള്ള ആന്റിബോഡീസ് എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട്. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്മ്യൂണിറ്റി പവർ കിട്ടും. അതുകൊണ്ടാണ് എല്ലാവരും എന്ത് പറയുന്നത്? ഈ കൊളസ്ട്രോൾ കുട്ടിക്ക് കൊടുക്കണം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് അതാണ് കേട്ടോ. അടുത്ത സ്റ്റെം സെൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്നർ സെൽ മാസ് ഉണ്ട് അല്ലെ. ഇന്നർ സെൽ മാസിൽ കാണപ്പെടുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് എന്തെന്ന് പറയുന്നത്? സ്റ്റെം സെൽസ്. ഈ സ്റ്റെം സെൽസിന്റെ പ്രത്യേകത എന്തുണ്ട്? അതിന് മറ്റുള്ള ടിഷ്യൂസും ഓർഗൻസ് ആയിട്ട് മാറാനായിട്ടുള്ള എബിലിറ്റി എന്തിലുണ്ട്? ഈ സ്റ്റെം സെൽസിന് ഉണ്ട്. അടുത്ത നമ്മുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് ഓഫ് ഹ്യൂമൻ എംബ്രിയോ ആണ് കേട്ടോ. ഹ്യൂമൻ എംബ്രിയോയുടെ ഡെവലപ്മെന്റ് ഫസ്റ്റ് മന്തില് ആദ്യം ഉണ്ടാവുന്നത് ഏതാണ്? ആദ്യം ഉണ്ടാവുന്നത് നമ്മുടെ ഹാർട്ടാണ്, ഹൃദയമാണ് ആദ്യം ഉണ്ടാവുന്നത്. ഹാർട്ട് ഫോർമേഷൻ നടക്കുന്നു. രണ്ടാമത് എന്താണ്? ലിംസും ഡിജിറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നത് അല്ലെ, കൈകാലുകളൊക്കെ ഉണ്ടാകും. അങ്ങനെ തേർഡ് മന്ത്, 3-ാം മാസം എത്തും എന്താണ്? ലിംസും അതുപോലെ എക്സ്റ്റേണൽ ജെനിറ്റാലിയൊക്കെ എന്ത് ചെയ്യും? ഒന്നും കൂടെ കുറച്ചും കൂടെ വെൽ ഡെവലപ്ഡ് ആയിട്ട് മാറും. 5-ാം മാസമാണ് എന്ത് ചെയ്യുന്നത്? നമുക്കറിയാം അല്ലെ, മൂവ്മെന്റ്സ്. നമ്മളെ മൂവ്മെന്റ്സ്, കുട്ടിയുടെ അനക്കം വരുന്നത് എപ്പോഴാണ്? 5-ാം മാസത്തിലാണ് കുട്ടിക്ക് അനക്കം വെച്ച് വരുന്നത് അല്ലെ. അതേപോലെ ഹെഡിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെയർ, മുടിയൊക്കെ വരുന്നത് ആ ടൈമിലാണ്. 6th മന്തിലാവുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ബോഡിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെയർസ് വരും. അതുപോലെ നമ്മുടെ ഐലിഡ്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് ഐലാഷസ് ഒക്കെ ഫോം ചെയ്ത് വരുന്ന പ്രോസസ് എന്താണ്? 6 മന്ത് ആണ്. 6-ാം മാസത്തിലാണ്. 9th മന്തിൽ നമുക്കറിയാലോ 9 മാസമാണ് അല്ലെ മനുഷ്യന്മാരില് ഗർഭാവസ്ഥ അല്ലെങ്കിൽ ജസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. 9-ാം മാസത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫീറ്റസ് എന്ത് ചെയ്യും? ഫുള്ളി ഡെവലപ്പ് ആവും. ഡെലിവറിക്ക് വേണ്ടി പുറത്തേക്ക് വരാനായിട്ട് എന്ത് ചെയ്യും? ഫുള്ളി ഡെവലപ്മെന്റ് കഴിഞ്ഞിരിക്കും.
ഇനി അടുത്ത നോക്കിയാൽ പാർച്ചുറേഷൻ. ഡെവലപ്മെന്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പുറത്തേക്ക് വരുന്ന അല്ലെ, പുറത്തേക്ക് വരുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. ഈ പാർച്ചുറേഷൻ നടക്കുന്നത് ഒരു എന്താണ് ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം വഴിയാണ്. ഒരു കോംപ്ലക്സ് മെക്കാനിസം. ന്യൂറോ അതുപോലെ എൻഡോക്രൈൻ ഹോർമോണും വരുന്നുണ്ട് അവിടെ. എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂറോ നമ്മുടെ സ്റ്റിമുലസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ, അതിന്റെയും കൂടെ ഒന്നിച്ചുള്ള പ്രവർത്തനം മൂലമാണ് എന്ത് വരുന്നത്? പാർച്ചുറേഷൻ, പ്രസവം നടക്കുന്നത്. The signals of parturition originates from the fully developed fetus and placenta. അതായത് പാർച്ചുറേഷൻ, പ്രസവം നടക്കണം അല്ലെങ്കിൽ പുറത്തേക്ക് പോരണം എന്നുള്ള സിഗ്നല് ആദ്യം വരുന്നത് എവിടെ നിന്നാണ്? ഫുള്ളി മെച്യൂർ ആയിട്ടുള്ള ഡെവലപ്പ് ചെയ്ത ഫീറ്റസിൽ നിന്നും പ്ലാസന്റയിൽ നിന്നുമാണ് ആദ്യം സിഗ്നൽ വരുന്നത്. അപ്പോ ഈ സിഗ്നൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മൈൽഡ് യൂട്രൈൻ കോൺട്രാക്ഷൻസ്. നമുക്കറിയാം പ്രസവവേദന എന്ന് പറയുമ്പോൾ എന്താണ്? പെട്ടെന്ന് ഒരു വേദന വരുന്നതാണോ? അല്ല അല്ലെ. ചെറിയ 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 വേദന വന്ന് പിന്നെ ഭയങ്കര വേദനയിലേക്ക് മാറുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയാം? പ്രസവവേദന എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്? സിഗ്നൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? മൈൽഡ് കോൺട്രാക്ഷൻ, ചെറിയ ചെറിയ കോൺട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ആ ചെറിയ ഫസ്റ്റത്തെ കോൺട്രാക്ഷൻ എന്താ പറയാ? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്നാണ് പറയാ കേട്ടോ. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്. നമുക്ക് അതിന്റെ ഫ്ലോ ചാർട്ട് നോക്കാം. നോക്കിയേ, ഫീറ്റൽ ആദ്യം എന്താണ്? മൈൽഡ് കോൺട്രാക്ഷൻ, ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്ഷൻ ഉണ്ടാകും. ഈ റിഫ്ലക്സ് വരുമ്പോൾ അത് എവിടേക്ക് ചെല്ലും? നമ്മുടെ ഹൈപ്പോതലാമസിന്ന് ഓക്സിറ്റോസിനെ ട്രിഗർ ചെയ്യും. ഓക്സിറ്റോസിൻ വരും. ഓക്സിറ്റോസിന്റെ ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താണ്? യൂട്രസിന്റെ കോൺട്രാക്ഷൻ സഹായിക്കാനാണെന്ന്. അപ്പൊ നോക്കിയേ, ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ത് ചെയ്യും? എവിടേക്ക് ചെല്ലും? ഹൈപ്പോതലാമസിൽ ചെല്ലുകയും അവിടെ നിന്ന് ഓക്സിറ്റോസിൻ എന്ത് ചെയ്യും? കൊണ്ടുവരും. ഓക്സിറ്റോസിൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? യൂട്രൈൻ വാൾ അത് ആക്ട് ചെയ്ത് സ്ട്രോങ്ങർ യൂട്രൈൻ കോൺട്രാക്ഷൻ ഉണ്ടാവും. അതായത് ഒന്നും കൂടെ ആ കോൺട്രാക്ഷൻ ഒന്ന് കൂട്ടും, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് മാറും. സ്ട്രോങ് ആകുമ്പോൾ പിന്നെയും ആ റിഫ്ലക്സ് അവിടെ ചെല്ലുന്നുണ്ട്, പിന്നെയും ഹൈപ്പോതലാമസിൽ ചെന്ന് പിന്നെയും എന്ത് ചെയ്യും? ഓക്സിറ്റോസിൻ. അപ്പൊ ഓരോ പ്രാവശ്യം ആ സിഗ്നൽ എത്തുമ്പോഴും ഹൈപ്പോതലാമസിൽ നിന്ന് കൂടിയ അളവിൽ എന്ത് വരും? ഓക്സിറ്റോസിൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായില്ല? അപ്പൊ ആ വേദന കൂടുന്ന മനസ്സിലായില്ലേ? കോൺട്രാക്ഷൻ കൂടുന്ന എങ്ങനെയാണ്? ആദ്യം എന്തെങ്കിലും ചെറിയൊരു മൈൽഡ് കോൺട്രാക്ഷൻ ആയിരിക്കും, അതിന്റെ റിഫ്ലക്സ് ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈപ്പോതലാമസിൽ നിന്ന് ഓക്സിറ്റോസിൻ ഉണ്ടാവും. ഓക്സിറ്റോസിൻ വന്നിട്ട് എന്ത് ചെയ്യും? യൂട്രൈനിൽ ആദ്യം എന്ത് ചെയ്യും? കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള കോൺട്രാക്ഷൻ ഉണ്ടാവും. പിന്നെയും ആ സിഗ്നൽ പിന്നെയും ഹൈപ്പോതലാമസിൽ ചെല്ലുമ്പോൾ പിന്നെയും എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിറ്റോസിൻ. അപ്പൊ ഓരോ പ്രാവശ്യവും ഓക്സിറ്റോസിന്റെ ഇങ്ങനെ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഓക്സിറ്റോസിന്റെ അളവ് കൂടുമ്പോൾ ഈ യൂട്രസിന്റെ കോൺട്രാക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്? കൂടും. മനസ്സിലായില്ലേ? അങ്ങനെ സ്റ്റിമുലേറ്റ് ഫർദർ റിലീസ് ഓഫ് ഓക്സിറ്റോസിൻ, സ്റ്റിമുലേറ്ററി റിഫ്ലക്സ് ബിറ്റ്വീൻ യൂട്രൈൻ കോൺട്രാക്ഷൻ ആൻഡ് ഓക്സിറ്റോസിൻ സെക്രീഷൻ, continuous result in the stronger and stronger uterine contraction. അങ്ങനെ കോൺട്രാക്ഷൻ എന്ത് ചെയ്യും? സ്ട്രോങ് ആയി വരും അല്ലെ. ഒരു ഭയങ്കര നല്ലൊരു വേദനയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വരും. ലാസ്റ്റ് എന്താണ്? എക്സ്പൾഷൻ ഓഫ് ദ ബേബി ഔട്ട് ഓഫ് ദ യൂട്രസ് ത്രൂ ദ ബർത്ത് കനാൽ. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ആ കോൺട്രാക്ഷൻ വഴി പുഷ് ചെയ്ത് ലാസ്റ്റ് ബർത്ത് കനാൽ വഴി കുട്ടി പുറത്തേക്ക് എത്തുന്നു. Soon after the infant is delivered, the placenta is also expelled out of the uterus. അതായത് കുട്ടി പുറത്തേക്ക് വന്ന് കുറച്ച് സമയം ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാസന്റയും എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോരുന്നുണ്ട് കേട്ടോ. ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ്, അതായത് പാർച്ചുറേഷന്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. അപ്പൊ അതോടുകൂടി നമ്മുടെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ. ഇത്രയേ ഉള്ളൂ. ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നല്ല സിമ്പിൾ ചാപ്റ്റർ ആണ്, പക്ഷെ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ ആണ്. പഠിക്കാൻ സിമ്പിൾ ആണ്, പക്ഷെ വെയിറ്റേജ് എന്താണ്? കൂടുതലാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാഠത്തിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, താങ്ക് യു.